हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय ഗുരു മഹാരാജ് की जय രാധാ പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഇന്നത്തെ കൃഷ്ണയാമത്തിലെ ഹനുമത് ചരിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹനുമത് ചരിതം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തിരുപ്പതി യാത്ര. പിന്നെ ഒരു വിശേഷാൽ സന്തോഷ വാർത്ത പറയാനുള്ളത്, ന്യൂ ഇയർ നന്നായിട്ടിരിക്കണം എന്ന ആഗ്രഹമുള്ളവർ എത്ര പേരാണ്? 2025 എങ്കിലും നമുക്ക് നന്നായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, നമസ്കാരം എന്ന ആഗ്രഹമുള്ളത് എത്ര പേരാണ്? ന്യൂ ഇയറിലെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരണം, നമ്മളൊന്ന് സ്വസ്ഥമാവണം എന്ന് ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ആശാ മാതാജി സപ്താഹവേദിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ. ആ ശരി ലാലി മാതാജി. നമസ്തേ അനിൽകുമാർ പ്രഭു. യെസ്, ശോഭ മാതാജിക്ക്. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ഞാൻ മായ മാതാജി. പിന്നെ വേറെ ആർക്കൊക്കെയാണ്? പ്രമീള മാതാജി. വാട്സപ്പ് മെസ്സേജ് നാളെ നോക്കും. നാളെ മുതൽ എല്ലാ മെസ്സേജും നോക്കി തുടങ്ങും. നാളെ ഫുൾ മെസ്സേജ് നോക്കുന്ന ദിവസം. പ്രസന്ന മാതാജി. കൃഷ്ണകുമാർ പ്രഭുവിന് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ വലിയൊരു വടി വെട്ടി വെക്കും എനിക്ക്. ശാലിനി മാതാജിക്ക്, സന്ധ്യ മാതാജിക്ക്, ശ്രീകണ്ഠൻ പ്രഭുവിന്, അഞ്ജു മാതാജിക്ക്. പിന്നെ എവിടെ നമ്മുടെ സിനി ഷിബു മാതാജി, പ്രേമ മാതാജി, വിജയലക്ഷ്മി അമ്മ, മഹേഷ് പ്രഭു നമസ്തേ. ഓക്കെ, അപ്പോൾ ജയ ശ്രീകൃഷ്ണ പ്രഭു, ധന്വൻ പ്രണാമം. സനു മാതാജി, രാജമ്മ മാതാജി. ഈ രാജമ്മ ശിവൻ മാതാജിക്ക് ഞാൻ ഇവിടുന്ന് ഓരോ സാധനങ്ങൾ അയച്ചൊരു വഴിയാവുക. 3 പ്രാവശ്യം അയച്ചു, 3 പ്രാവശ്യം പാവത്തിന് കിട്ടിയില്ല. ഇനി ഞാൻ നാളെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിക്കുന്നുണ്ട്, രാജമ്മ ശിവൻ മാതാജിക്ക് ഞങ്ങൾ അയച്ച സാധനം എന്തുകൊണ്ട് എത്തുന്നില്ല, അതൊന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയറിന് ഞാനൊരു സർപ്രൈസ് തരാം. റെഡിയാണോ സർപ്രൈസിന്? ഇപ്പം പറയണ്ട അല്ലേ? വേണ്ട, ന്യൂ ഇയർ ഒക്കെ ആവുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ പറയാം, ഇപ്പം പറയണ്ട. നാളെ വിളിക്കൂ, നാളെ ഞാൻ ഫ്രീയാ. സിനി ഷിബു മാതാജി എത്തിപ്പോയി. സിനി ഷിബു മാതാജിയുടെ മക്കൾ കളിയാക്കും ഞാൻ മാതാജിയെ ലൈവിൽ വിളിക്കുമ്പോൾ. എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ മഞ്ജരീസ് കുടുംബം എൻ്റെ ഹേർട്ടല്ലേ, എൻ്റെ ചങ്കല്ലേ, അപ്പം എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ? രജിത മാതാജി, പ്രേമ മാതാജി, കുഞ്ഞൻ, ലേഖ മാതാജി, എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ. ഭാരതിയമ്മ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, എല്ലാം ഓക്കെയാണ്. ഫോർ മീ ടു സുജിത് പ്രഭു, ജാനകി മാതാജി, റെഡി മാതാജി. ഓക്കെ, അപ്പോൾ ന്യൂ ഇയർ നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, പക്ഷെ തീരുമാനിക്കുന്ന ബ്രഹ്മാണ്ഡ നായകനല്ലേ. കറക്റ്റാണ്, ഇല്ല എന്നല്ല, എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ശ്രമിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ പറയണോ ഇപ്പോൾ? പ്ലീസ്, സഹസ്രനാമൊക്കെ വരും. വിളിക്കുന്ന കാര്യം പറയരുത് എന്ന്. അയ്യോ, രാജപ്രഭുവിനെ ഞാൻ നാളെ എന്തായാലും വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും. ആരെങ്കിലും എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണേ. രാവിലെ തന്നെ മാതാജി രാജപ്രഭുവിനെ വിളിക്കുമെന്ന്. 8:30 മണിക്ക് ക്ലാസ് ഉണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ വിളിക്കും. വിളിക്കൂ രാജി മാതാജി. താരാൻ ലാലി മാതാജി റെഡി. ന്യൂ ഇയർ നമ്മൾ തുടങ്ങുന്നത് തിരുപ്പതി, തിരുമല, ബാലാജി, ശ്രീ വെങ്കിടാചലപതിയെ കണി കണ്ടുകൊണ്ടാണെങ്കിലോ, സുപ്രഭാത ദർശനം എടുത്തുകൊണ്ടാണെങ്കിലോ, എന്ത് പറയുന്നു? പക്ഷേ എനിക്ക് 108 സ്ലോട്ടേ ഉള്ളൂ, വെറും 108 ടിക്കറ്റ്സ്, അത് മാത്രമേ ഉള്ളൂ. പറ അത് പക്ഷെ ഇപ്പം ബുക്ക് ചെയ്യണം പറഞ്ഞു ശ്രീകണ്ഠൻ പ്രഭു. പാവം, ആ പാവത്തിന് വരാൻ പറ്റും തോന്നുന്നില്ല. അദ്ദേഹം അവിടെ ഉറക്കം ഒഴിക്കുന്നതുകൊണ്ട്, അദ്ദേഹവും സന്തോഷമായിട്ടൊക്കെ ഉറക്കം ഒഴിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ സുഖമായിരിക്കുന്നത്. അവർ മിലിറ്ററിയിലല്ലേ, അവർക്ക് വേണ്ടിയിട്ട് എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ട്, എപ്പോഴും ഉണ്ട്, അതെവിടെ പോയാലും ഉണ്ട്. ന്യൂ ഇയറിന് നമ്മൾ തിരുമല ദേവസ്ഥാനത്ത് തിരുപ്പതി ബാലാജിയെ കണി കണ്ടുണരാൻ പോവുക. ഞാനും ഉണ്ടെന്ന് മഹിളാമണി മാതാജി. 108 സ്ലോട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എപ്പടി ആരൊക്കെ വരുന്നു? വരുന്നവർ പെട്ടെന്ന് എനിക്ക് പേര് തരൂ. യെസ്, ശങ്കർനാരായണ അച്ഛനുണ്ട്, പിന്നെ ജയന്തി അമ്മയുണ്ട്, അളിയനിലെ ലില്ലിയുടെ മുഖച്ച്. അതാരാ ലില്ലി?
അതേത് ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത്? ഞാനത് ഇവിടെ ഇരുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിനോദ് കോവൂർ ചേട്ടനോട് ചീത്ത കേൾക്കും, അതിലുള്ള അസീസ് ഖാനോട് മുതൽ എല്ലാവരോടും ചീത്ത കേൾക്കും. അപ്പം ഞങ്ങളുടെ എപ്പിസോഡ് കാണുന്നില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് എവിടെയാ സമയം? ഞാൻ വർക്ക് ചെയ്യുന്ന തന്നെ ഞാൻ കാണാറില്ല, അറിയാലോ. ഉള്ളവരെല്ലാവരും എനിക്ക് പെട്ടെന്ന് മഞ്ജരീസിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് തരണം. ഇന്ന് കിട്ടിയതാണ് 108 സ്ലോട്ട്. നമ്മൾ ഡിസംബർ 28 ദേവസ്ഥാനത്തെത്തും. മാത്രമല്ല കാളഹസ്തി ഉൾപ്പെടെ 12 പ്രമുഖമായിരിക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മൾ ദർശനം നടത്തും. രാജുചേട്ടൻ വരൂലേ? രാജുചേട്ടൻ എവിടെ? ത്രിവേണിയമ്മ എവിടെ? ഇവരൊക്കെ മെയിൻ ആൾക്കാരാണ് ബാലാജിയുടെ. 12 ക്ഷേത്രങ്ങൾ നമ്മൾ ദർശനം നടത്തി കപില തീർത്ഥത്തിൽ കുളിച്ചിട്ട് തിരുമല ദേവസ്ഥാനത്ത് സുപ്രഭാത ദർശനം എടുക്കും തിരുപ്പതി ബാലാജിയെ. എന്ത് പറയുന്നു? നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാല് പിടിക്കാത്ത ആൾക്കാരില്ല, അതറിയോ? ഇതൊക്കെ ഒപ്പിക്കാൻ ഞാൻ എത്ര പേരുടെ കാല് പിടിക്കുന്നു എന്നറിയാമോ? ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടോ? അതാ എനിക്കറിയേണ്ടത്. അമ്പിളി മാതാജി അല്ലേ, അത് കുഴപ്പമില്ല, മാതാജിയോട് പറഞ്ഞാൽ മതി, മാതാജി അങ്ങ് ക്ഷമിച്ചോളും, മാതാജി അങ്ങ് ഓക്കെ പറയും. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഒരു മനുഷ്യനോട് ഞാൻ മിണ്ടൂല. ത്രിവേണിയമ്മ ഒന്നും കേട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാനും ഉണ്ട്, അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്ക് പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് തരണം. മാതാജി, ഞാൻ 1-ാം തീയതി പുതുവത്സരത്തിൽ ബാലാജിയെ ദർശിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എങ്കിൽ അവരുടെ പേരെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യും. ഓർക്കുക, 108 പേര് മാത്രമാണ്. സുഷ മാതാജി, വാവ എന്ത് പറയുന്നു? അപ്പോൾ 108 ദർശനം ടോക്കൺ മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇല്ല, പിണങ്ങൂല. അപ്പൊ വേഗം ആരൊക്കെയാണോ തിരുപ്പതി ബാലാജിയെ കാണാൻ വരാൻ റെഡി ആയിരിക്കുന്നത്, പുതുവർഷത്തിൽ 2025 തുടങ്ങുന്നത് തിരുമല ദേവസ്ഥാനത്ത് വെച്ചായിരിക്കണം. എത്ര പേര് വരുന്നോ അവരെല്ലാം എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് തരണം. പിന്നെ നമ്മുടെ യാത്രകൾ അറിയാലോ, നമ്മുടെ യാത്രകളിൽ ട്രെയിൻ ടിക്കറ്റ് മാത്രമേ ഞാൻ മേടിക്കൂ. കാരണം എനിക്ക് ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, അതർവൈസ് ബാക്കിയെല്ലാം അപ്പന. നിങ്ങൾ ഹോട്ടലിൽ കയറാൻ, നമ്മൾ ഒരുമിച്ച് ഹോട്ടലിൽ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു. നമ്മൾ താമസിക്കുന്നത് അതാത് റൂമിൽ 2 പേരായിരിക്കും, അവർ ഷെയർ ചെയ്യുന്നു. റൂം റെന്റ് ഒരുപോലെ നമ്മൾ കൊണ്ടുപോയി ആ ഹോട്ടലിൽ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ. പിന്നെ ഒരു ബസ്, എവിടെയാണോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അവിടെ ട്രാവലറോ അല്ലെങ്കിൽ എന്താ പറയുക ബസ്സോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് ഒരുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ കൊടുക്കുന്നു. അല്ലാതെ മഞ്ജരീസിൽ ഒരു എമൗണ്ട് ആയിട്ട് ഈ പാക്കേജ് അങ്ങനെ പാക്കേജ് യാത്രകളൊന്നും മഞ്ജരീസിലില്ല. വൃന്ദാവനം നമ്മൾ നവംബറിൽ പോകുന്നു. വൃന്ദാവനത്തിലേക്ക് ഇനി ഒരു 10 പേരുടെ സീറ്റും കൂടെ ഉള്ളൂ, ബാക്കി എല്ലാം ഓക്കെയാണ്. നേരത്തെ പോകാനിരുന്നാണ്, ഞാൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താണ്. അവിടുത്തെ ക്ലൈമാറ്റും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറി, പിന്നെ മഴയും ഇതൊക്കെ ആയപ്പം പിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഒരു ധൈര്യം പോരാ, അതുകൊണ്ട് നവംബറിലേക്ക് മാറ്റിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും, എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിലൊരു 10 സീറ്റും കൂടെ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ പറയൂ, 12 പ്രമുഖ ക്ഷേത്രങ്ങളടക്കം കപിലതീർത്ഥത്തിൽ കുളിച്ചിട്ട് നമ്മുടെ പുതുവത്സരത്തിൽ തിരുപ്പതി ബാലാജിയെ കാണാൻ ആരൊക്കെ തയ്യാറാണോ അവരെല്ലാം പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ. 93 42 49 49 41 എന്ന മഞ്ജരീസിന്റെ നമ്പറിലേക്ക്. പിന്നെ അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആവാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവർക്കും മെസ്സേജ് ഇടാം. ഗ്രൂപ്പിൽ ആഡ് ആകുമ്പം ലൈവ് ക്ലാസ് ഇന്നുണ്ടോ ഇല്ലേ, പ്രഭാത മഞ്ജരി, തീർച്ചയായിട്ടും നിർമ്മൽ പ്രഭുവിനെയും കൊണ്ട് ഞങ്ങൾ അടുത്ത ലീവിന് പോകും, യാതൊരു സംശയവുമില്ല. എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ വേറെയും മാതാജിമാരുണ്ട് പുറത്തുള്ളവർ. താങ്ക് യു മഹേഷ് പ്രഭു. എല്ലാവരും സൂപ്പറാണ്, നമ്മുടെ മഞ്ജരീസിലുള്ള എല്ലാവരും. പിന്നെ നമ്മുടെ എന്താ പറയുക ഗാനമഞ്ജരി, ആയുർമഞ്ജരി, ഇതെല്ലാം നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ആകുമ്പോൾ കിട്ടും. ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ കാര്യങ്ങളും വാ ദിവ്യ, ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ കാര്യങ്ങൾ അതെല്ലാം ചന്ദനമല്ല അഷ്ടഗന്ധമാണ് ഞാൻ നെറ്റിയിലിട്ടിരുന്നത്. അഷ്ടഗന്ധം, ഗോപീചന്ദനല്ല, അഷ്ടഗന്ധം. അപ്പം നമ്മുടെ ചിന്താമഞ്ജരി ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടും. പ്രദോഷം, സങ്കടഹര ചതുർത്ഥി, പിന്നെ ഷഷ്ടി, ഏകാദശി, പിന്നെ കുറച്ച് ഇനിയിപ്പം ഒരു നമ്മുടെ എന്താ പറയുക ക്ഷേത്രമഞ്ജരി എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്, അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും വന്നു കഴിഞ്ഞാലും നമ്മുടെ ഗ്രൂപ്പിലാണ് കിട്ടുക. അപ്പം നമ്മുടെ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടോ
അവരൊക്കെ 93 42 49 49 41 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊരു മെസ്സേജ് തരിക. നിങ്ങളുടെ പേര്, നിങ്ങൾ യൂട്യൂബിലൂടെയാണോ കാണുന്നത്, ഫേസ്ബുക്കിലൂടെയാണോ കാണുന്നതെന്നും കൂടെ മെൻഷൻ ചെയ്യാം. ഗ്രൂപ്പിൽ എന്തുകൊണ്ടാണ് ഞാൻ അഡ്മിൻ ഓൺലി ആക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ 1000-ഓളം ആളുകളുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, നമ്മൾ എത്ര പറഞ്ഞാലും ചില ആൾക്കാർ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഇടും, ഓഡിയോസ് ഇടും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടഗന്ധം പൊതുവെ ഇസ്കോണിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ നമുക്കൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അഷ്ടഗന്ധം അതൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു ചന്ദനാണ്, നല്ല സ്മെല്ലാണ്, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഷ്ടഗന്ധം. ഗോപീചന്ദനം ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, അപ്പം എല്ലാവരും ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ആയിപ്പോവില്ലേ, ഫുള്ളായി പോവില്ലേ ഗാലറിക്ക്, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, നിറയെ മെസ്സേജസ് വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നേരെ അഡ്മിൻ ഓൺലി ആക്കിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ കേട്ടോളാം. കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ യാത്രക്കിടയിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും, എങ്കിലും ഞാൻ കേൾക്കാൻ ശ്രമിക്കും. ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ, എല്ലാവരും ഹാപ്പിയാണോ? എനിക്കത് കേട്ടാൽ മതി. ആർക്കെങ്കിലും വിഷമം ഉണ്ടെന്ന് അറിയുന്നത് എനിക്കിഷ്ടമേ അല്ല. ഹരിചന്ദനമല്ല അഷ്ടഗന്ധം. അഷ്ടഗന്ധവും ഗോപീചന്ദനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അഷ്ടഗന്ധം എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്, ഓതന്റിക് ആയിട്ടുള്ള കാര്യം ഞാൻ നാളെ പറഞ്ഞുതരാം. കാരണം അറിയാത്തതിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാരണങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഗോപീചന്ദനം പിന്നെ നമ്മുടെ വൃന്ദാവനത്തിലെ ഗോപികന്മാരുടെ പാദധൂളിയാണ്. അപ്പം നമുക്കത് ഏത് സമയത്തും എന്നാണാവോ ഇതിനൊക്കെ ഭാഗ്യം കിട്ടുക? കിട്ടും ശ്രീകണ്ഠൻ പ്രഭു. സന്തോഷമായിരിക്കും. അങ്ങയുടെ മോൻ എന്നെ വിളിച്ചിരുന്നു എന്നല്ലേ ഞാൻ സംസാരിച്ചു. എന്താ പറയാ, ഓക്കെ, സ്തോത്രമാല കിട്ടിയല്ലേ. ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഗോപീചന്ദനം. അപ്പൊ ഗോപീചന്ദനം ഗോപികമാരുടെ പാദധൂളിയാണ്. അപ്പൊ ഗോപികമാരുടെ പാദധൂളി ആയതുകൊണ്ട് തന്നെ നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്തും എന്ത് ധരിക്കാം? ഗോപീചന്ദനം ധരിക്കാം. അഷ്ടഗന്ധം അങ്ങനെയല്ല, കുറച്ച് ശുദ്ധിയുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നാളെ രാവിലെ ക്ലാസ് ഉണ്ട് കേട്ടോ, 8:30 ക്ലാസ് ഉണ്ട്, മറക്കരുതേ. മഹേന്ദ്രഗിരിയിൽ മാരുതിയൊക്കെ നമ്മൾ എടുത്തില്ലേ? ഹനുമാനും മൈനാകവും എടുത്തില്ലേ? ഇനി ഹനുമാനും ലങ്കാലക്ഷ്മിയുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ്? ഹനുമാനും ലങ്കാലക്ഷ്മിയും. ജാനകി മാതാജി, ഇതെല്ലാം മെസ്സേജ് മഞ്ജരീസിലേക്ക് ഇടും കേട്ടോ. മഹിളാമണി മാതാജിയുടെ കാര്യങ്ങൾ എനിക്കറിയാം, വിഷമിക്കണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം, എല്ലാവർക്കും കിട്ടും. അപ്പം നമ്മൾ ഹനുമാനും ലങ്കാലക്ഷ്മിയുമാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. സ്തോത്രമാല കിട്ടിയില്ല എന്നാണോ പറഞ്ഞത്? എനിക്ക് മെസ്സേജ് ഇടും, നമുക്ക് വഴി ഉണ്ടാക്കാം. ഞാൻ അയച്ചുതരാം. തിരുപ്പതി പോയി വരട്ടെ, അയച്ചുതരാം കേട്ടോ. സ്തോത്രമാല 13 ബുക്സ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം കോമൺലി എല്ലാവരെയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലാത്തവരാണെങ്കിൽ കളഭം പോലെയാണ്. ഇല്ലാത്തവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം. അപ്പോൾ എന്താ പറയുക, വിഷ്ണു സഹസ്രനാമം ഉണ്ട്, ലളിത സഹസ്രനാമം ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് മെസ്സേജ് ഇടുക. ഇന്ന പുസ്തകങ്ങൾ കയ്യിലുണ്ട്, ബാക്കി വേണമെന്നും പറഞ്ഞിട്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ സ്തോത്രമാലയുടെ 13 പുസ്തകവും വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക. അഡ്രസ് ഇടുക, പിൻകോഡ് തെറ്റിപ്പോരുത്, ഞാൻ അയച്ചു തരാം. അപ്പോൾ ഓരോ ദിവസം ഏതൊക്കെ സ്തോത്രങ്ങളാണ് ജപിക്കേണ്ടത്, പ്രമുഖമായിരിക്കുന്ന ദിവസങ്ങളിൽ ഏത് സ്തോത്രമാലയാണ് ജപിക്കേണ്ടത്, എല്ലാം കൃത്യമായിട്ട് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെന്താ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സമയം പോണ്ട, നേരത്തെ ക്ലാസ് കഴിഞ്ഞ് നേരത്തെ കിടക്കാം. ഹനുമാനും ലങ്കാലക്ഷ്മിയും ഇതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ത്രികൂടഗിരിയുടെ ഉപരിതലത്തില് മണിമകുടം എന്നതുപോലെ പരിലസിക്കുന്ന ലങ്കാനഗരം. അപ്പൊ ലങ്കാനഗരത്തെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തത്. മാരുതി ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ് ഈ ലങ്കാനഗരത്തെ. ഭയങ്കര ഭംഗിയായി സ്വർണം കൊണ്ടൊക്കെ അലങ്കരിച്ച് ഭയങ്കര മനോഹരമായിട്ടാണ് ലങ്കാനഗരം സ്ഥിതി ചെയ്യുന്നത്. മാരുതി എന്ന് പറയുന്നത് ആരാന്നറിയാലോ? ആഞ്ജനേയ സ്വാമി. അദ്ദേഹം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഈ ലങ്കാനഗരം നോക്കിക്കാണാണ്. അതിന്റെ മുകളിൽ മകുടങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടാണ്. അതിന്റെ മുകളിലുള്ള മകുടമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട്
അതിശയത്തോടു കൂടിയിരിക്കുന്ന ആ ഒരു ലങ്കാനഗരം ഭഗവാൻ ഇങ്ങനെ നോക്കുകയാണ്. ആഞ്ജനേയ സ്വാമി നല്ല എന്താ പറയാ, അതിന് ചുറ്റും ഒരുപാട് വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളൊക്കെ നല്ല നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, വല്ലാത്തൊരു ഫീല് ലങ്കാനഗരിയില്. പക്ഷെ അവിടെ താമസിക്കുന്ന ആൾക്കാർ കൊള്ളില്ല എന്നേ ഉള്ളൂ. കണ്ണിന് അത്രയും ആനന്ദം നൽകുന്ന രീതിയിലുള്ള. ഓമനാമേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഗിഫ്റ്റ്. ഓമനാമ എനിക്കൊരു സാരി അയച്ചു തന്നു, കേരള സാരി. എനിക്ക് കിട്ടിയ ഫസ്റ്റത്തെ ഓണക്കോടി. ഹരേ കൃഷ്ണ. ഒത്തിരി ഒത്തിരി സന്തോഷം ഓമനക്കുട്ട, താങ്ക് യു സോ മച്ച്. അപ്പം നല്ല കാറ്റ് വീശുന്ന, സ്മെല്ലോട് കൂടിയുള്ള കാറ്റ് വീശുന്ന, കോമള പുഷ്പങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന, അതായത് നല്ല ഭംഗിയുള്ള പുഷ്പലതാദികളോട് കൂടിയിരിക്കുന്ന എന്താ പറയാ പൂന്തോട്ടം തന്നെ എവിടെയുണ്ട്? ഈ ലങ്കാനഗരിയിലുണ്ട്. കണ്ണിന് ആനന്ദം നൽകുന്നതാണ് അവിടുത്തെ പൂന്തോട്ടം എന്ന് പറയുന്നത്. സ്വർഗപുരിയെ പോലും തോൽപ്പിച്ചു കളയും ലങ്കാനഗരിയുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. ആ സൗന്ദര്യം കണ്ടിട്ട് നമ്മുടെ ഹനുമാൻ സ്വാമി അങ്ങ് ആശ്ചര്യത്തോടുകൂടി നിൽക്കുകയാണ്. പശ്ചിമാംബരത്തിൽ ശശികല ഉദിച്ചുയർന്നു എന്നാ പറയുന്നത്. അതായത് അപ്പ വണക്കം. പശ്ചിമാംബരത്തിൽ, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് ശശികല ഇങ്ങനെ ഉദിച്ചുയർന്നു. പാലൊളിപ്പൂനിലാവിൽ മുങ്ങിക്കുളിച്ചു നിന്ന ആ ലങ്കാ സൗന്ദര്യം പർവ്വതത്തിന്റെ മുകളിലിരുന്നു കൊണ്ട് ഹനുമാൻ സ്വാമി ആവോളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് വന്നു. മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹനുമാൻ സ്വാമി മെല്ലെ ലങ്കാനഗരത്തിലേക്ക് അടുത്തു. 4 ഭാഗത്തും നല്ല കെട്ടുറപ്പോട് കൂടിയിരിക്കുന്ന വൻ ഗോപുര കവാടങ്ങളാണ്. ലങ്കാനഗരിയുടെ 4 ഭാഗത്തും ഭയങ്കര കെട്ടുറപ്പുള്ള എന്താ പറയുന്നത് വൻ ഗോപുരം എന്നാ പറയുന്നത്. വലിയ ഗോപുര കവാടങ്ങളുണ്ട്. കവാടങ്ങൾ തോറും നല്ല ശക്തമായ കാവലുകളുമുണ്ട്. ഏത് രീതിയിലാണ് ഈ ലങ്കാനഗരത്തിലൊന്ന് കയറാൻ പറ്റുക? ഹനുമാൻ സ്വാമി ആലോചിക്കുകയാണ്, എങ്ങനെ കയറാൻ പറ്റും ഈ ലങ്കാനഗരത്തില്? എളുപ്പല്ല. പല രീതിയിലും ആലോചിച്ചു ഹനുമാൻ സ്വാമി, എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും. ഉത്തര ഗോപുരത്തിന്റെ അടുത്ത് പോയിട്ട് കൃഷഗാത്രനായി മാറിയ ഹനുമാൻ സ്വാമി 4 പാടും ഒന്ന് നോക്കി, എങ്ങനെ കയറാൻ പറ്റൂ ഇതിൻ്റെ ഉള്ളില്? എളുപ്പല്ലല്ലോ ഇവിടെ കയറാന്ന് പറയുന്നത്. അടുത്തെങ്ങും ആരും ഇല്ലാന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സ്വാമി എന്ത് ചെയ്ത്, കുറച്ചു ദൂരം മാറി നിന്ന് നോക്കിയപ്പോ അവിടെ ഒരു കുഞ്ഞു കിളിവാതിലുണ്ട്. ആ കിളിവാതിൽ തുറന്നു കിടക്കുകയാണ്. അതിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ഇടത് കാലെടുത്താണ് ഹനുമാൻ സ്വാമി ആദ്യം വെക്കുന്നത്. ലങ്കാനഗരിയിലേക്ക് കയറാൻ വേണ്ടി ഇടത് കാലെടുത്ത് അതിന്റെ അകത്തേക്ക് വെച്ചു. അപ്പോ ഇടിനാദം എന്നതുപോലെ ആരോ ഗർജിച്ചു. സ്വാമി കാലെടുത്ത് അകത്ത് വെച്ചതും ഒരു ഇടിനാദം പോലെ ഒരു സൗണ്ട് കേട്ടു. ശബ്ദം കേട്ട ആഞ്ജനേയ സ്വാമി മെല്ലെ ഒന്ന് പിന്നോട്ട് വന്നിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഭീകര രൂപിയായിരിക്കുന്ന അമിതമായ ശക്തിയുള്ള ഒരു ഘോര രാക്ഷസി. ആരാ നീ? എന്തിനിവിടെ വന്നു? എവിടെന്നാ നീ വരുന്നത് എന്നൊരു ചോദ്യം ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക്. ഉടനെ ഹനുമാൻ സ്വാമി പറഞ്ഞു, ക്ഷമിക്കണം, ഒരു അത്യാവശ്യ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ലങ്കാനഗരത്തിലെ ഒന്നും ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോവില്ല, യാതൊന്നും എനിക്ക് വേണ്ട. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞു. ഹനുമാൻ സ്വാമിയുടെ മറുപടി കേട്ടപ്പം നമ്മുടെ രാക്ഷസി അങ്ങ് അട്ടഹസിച്ചങ്ങ് ചിരിച്ചു. പേടിച്ചു വിറച്ച രാക്കിളികൾ ചിറകടിച്ചു പറക്കാൻ തുടങ്ങി. ആ രാക്ഷസിയുടെ അട്ടഹാസം കേട്ടപ്പോഴേക്കും ആ പക്ഷികളെല്ലാം അങ്ങ് ചിറകടിച്ചു പറന്നു. കാരണം അവിടെ നിറച്ചും വനങ്ങളുണ്ടല്ലോ, അതിൽ ചേക്കേറിയ പക്ഷികളൊക്കെ. രാക്ഷസി പറഞ്ഞു, മൂഢനായ വാനര, അല്പം പോലും മര്യാദയോ ഭയമോ ഇല്ലാത്ത നീ ആരാണ്? നീ ഒരു വിഡ്ഢിയല്ലേ വാനര? നിനക്കൊരു പേടിയില്ലേ ഇവിടെ കയറി വരാൻ? ലങ്കാനഗരം കാത്തു സൂക്ഷിക്കുന്ന ലങ്കാലക്ഷ്മിയാണ് ഞാൻ. നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ല. അപ്പൊ നീ എങ്ങനെ വന്നു ഇവിടെ, മൂഢനായ വാനര? അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, മാതാവേ, ദയവ് ചെയ്ത് എന്നെ തടസ്സപ്പെടുത്തരുത്. ഞാൻ ഇവിടെ ഒന്നും ചെയ്യില്ല, ഒന്നും എടുത്തോണ്ട് പോവില്ല, ഞാൻ സമയം കളയൂല്ല. ഈ ലങ്കാനഗരത്തിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്ന
ഒരു ആസ്വാദകൻ മാത്രമാണ് ഞാൻ. അല്ലാതെ ഞാൻ ഇവിടുന്ന് മോഷ്ടിക്കാനോ എന്തെങ്കിലും എടുത്തോണ്ട് പോകാനോ ഇവിടെ താമസിക്കാനോ ഒന്നും വന്നതല്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഹനുമാൻ സ്വാമി സന്ദർഭത്തിനനുസരിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾക്കില്ലാത്തതും അതാണ്. സന്ദർഭോചിതമായ രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പഠിക്കണം ജീവിതത്തിൽ, എപ്പോഴും. അതെ, സുനിത മാതാജി 9-ാം തീയതി അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞ് ഡേറ്റ് പിടിച്ചുകൊണ്ടിരിക്കാതെ ഒരു ദിവസം 2000 മെസ്സേജാണ് വരുന്നത്. ക്ലാസ് കഴിയുമ്പോൾ 10:30, ഡിന്നർ കഴിച്ച് കിടക്കുമ്പോഴേക്കും 11:30-12 മണി, 3 മണിക്കുള്ള എഴുന്നേൽക്കല്, 6 മണിവരെയുള്ള ജപം കാര്യങ്ങളെ എല്ലാം, 7:30 മണിക്കുള്ള വർക്കിന് പോക്ക്, അതിൻ്റെ ഇടയിലുള്ള 100 കോൾസ്. ചെന്നൈയിലെ യാത്ര കുറച്ച് ദുഷ്കരമാണ്. എല്ലാം കഴിഞ്ഞ് വന്ന് ഇച്ചിരി വ്യായാമം ചെയ്യാൻ വേണ്ടിയുള്ള ജിമ്മിലെ പോക്ക്, അതിൻ്റെ ഇടയിലുള്ള വീട്ടിലെ കുക്കിംഗ്, തുടയ്ക്കുന്നത് മുതൽ എല്ലാ ജോലിയും. നാട്ടിലായിരിക്കുമ്പം എൻ്റെ ഫാമിലി നോക്കണം, എൻ്റെ അമ്മയുടെ ഫാമിലി നോക്കണം, അച്ഛൻ്റെ കാര്യങ്ങളും കേൾക്കണം, അമ്മയുടെ കാര്യങ്ങളും കേൾക്കണം, ക്ലാസ്സും എടുക്കണം, എനിക്കും പഠിക്കണം. അതിൻ്റെ ഇടയിൽ പാക്കിങ്, യാത്രകള്, എന്താ പറയുക, മെസ്സേജ് നോക്കല് എല്ലാം ഒരാൾ ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ 9-ാം തീയതി എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കാതെ ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട്, എല്ലാം നോക്കി തീർക്കാറുമുണ്ട്. ഇങ്ങനെ ഡേറ്റ് അടക്കം പറയുമ്പോൾ കേൾക്കുന്ന എനിക്ക് എത്ര സങ്കടം ഉണ്ടെന്നറിയാമോ. ഇത് കഴിഞ്ഞ 3 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എനിക്കിവിടെ സ്പെഷ്യൽ കുക്കോ ആരും ഇല്ല മാതാജി. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടുത്തെ എല്ലാ വീട്ടിലെ ജോലിയും ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് ഒരു ദിവസം ഒരു വീട്ടിലെ എല്ലാ പണിയും തീർക്കുമ്പോഴേക്കും തന്നെ അവർ സൈഡാവും. അപ്പോൾ 24 മണിക്കൂർ ഓടുന്ന എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഒന്ന് ക്ഷമിക്കൂ, ഞാൻ എളുപ്പം നോക്കി മറുപടി തരാം. 9 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പോഴേ എനിക്കും ഒരു വല്ലാത്ത സങ്കടം. പ്ലീസ്, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹനുമാൻ സ്വാമി പറയാണ്, മാതാവേ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തല്ലേ, ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കി അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കാൻ പഠിക്കണം എവിടെയാണെങ്കിലും. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എവിടെയും എന്തും പറയും. മനസ്സിലായില്ലേ? ഞാൻ എവിടെ എന്തും പറയും, ആരുടെ മുഖത്തോക്കിയും പറയും, പറയാനുള്ളത് ഞാൻ പറയും. പറഞ്ഞോ, ഒറ്റപ്പെട്ടോ, അത്രയും ഞാൻ പറയും. നമ്മൾ ഒരിക്കലും അങ്ങനെ അറുത്ത് മുറിച്ച് ആരോടും സംസാരിക്കരുത്, തെറ്റാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഭവ്യതയോടുകൂടി പറയാം. അറുത്ത് മുറിച്ച് എവിടെ ആര് സംസാരിക്കുന്നോ അവരെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. എനിക്കിഷ്ടമല്ല കേട്ടോ, ഞാനുള്ള കാര്യം പറയാം. എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട് തീരെ താല്പര്യമില്ല. എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ എന്താ പറയുക ഒരുപോലെ ആയിരിക്കില്ല അല്ലേ. എല്ലാവർക്കും അവരുടേതായ കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളും ടെൻഷൻസും രീതികളും ഉണ്ടാവും. ചില വ്യക്തികൾ നമ്മളങ്ങ് സംസാരിക്കുമ്പോഴേക്കും വല്ലാതെ അങ്ങോട്ട് ഹാഷായിട്ട് സംസാരിക്കും. പൊതുവെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ അവരുടെ രീതി അതായിരിക്കാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന റിപ്ലൈയിൽ അവർ കുറച്ച് സമാധാനമായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ ഹനുമാൻ സ്വാമി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലെ, സന്ദർഭത്തിനനുസരിച്ച്. അപ്പം മഞ്ജരീസിലും എല്ലാവരും സന്ദർഭത്തിനനുസരിച്ച് ക്ഷമയോടെ സംസാരിക്കാൻ പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, എപ്പോഴും ഒരു എന്താ പറയുക ഭവ്യത കീപ്പ് ചെയ്യുക. നമ്മുടെ സംസാരത്തിൽ ഒരു ചിരി നിലനിർത്തുക, അല്ലാതെ അറുത്ത് മുറിച്ച് സംസാരിക്കരുത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ സംസാരിക്കേണ്ടി വരും. നല്ലായിരിക്കില്ല പതിമുഖം தண்ணி குடிக்கிறேன். 2 ലിറ്റർ ഡെയിലി. മഹേശ്വരി ചേച്ചി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സ്നേഹത്തോടെ ഭവ്യതയോടെ ഒരു പുഞ്ചിരി നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടും. അതല്ല പറഞ്ഞ് വെച്ച് സംസാരിച്ച ആർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ. നമുക്കുള്ളിൽ 1008 ടെൻഷൻസ് ഉണ്ടാവും. എങ്കിലും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കുറച്ചൊന്ന് പൊളൈറ്റായിട്ട് ഇല്ലേക്കാ, നമ്മൾ പൊളൈറ്റാ പേസണോ. ചേച്ചി പറയും ഒന്നുകൂടെ കാണിക്കുന്നു. അങ്ങനെ ആമാ, സ്മൈലി ഫേസ് വേണം. നമ്മ എപ്പോഴും അപ്പടി തന്നെ. ഞങ്ങളൊക്കെ എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടായാലും ചിരിച്ചുകൊണ്ട് വർത്താനം പറയും, ചിരി നിൽക്കേയില്ല അല്ലേക്കാ. അങ്ങനെ നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയാണ്, ഹനുമാൻ സ്വാമി ഞാനിവിടെ ലങ്കയിൽ വന്ന ലങ്കയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്ന ഒരാൾ മാത്രമാണ്, അല്ലാതെ നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വന്ന ഒരാളല്ല എന്ന് പറഞ്ഞു. അപ്പൊ രാക്ഷസി പറയണേ, കൊരങ്ങ
അന്യരാരും ലങ്കാനഗരത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് രാവണേശ്വര കൽപ്പനയാണ്. ഇവിടെ ഒരു പ്രത്യേക വേർഡ് നോക്കണം. രാവണേശ്വരൻ. ഇദ്ദേഹം എപ്പോഴാ ഈശ്വരനായത്? രാവണേശ്വരന്റെ എന്താ പറയാ, യെസ്, രാവണേശ്വരന്റെ കൽപ്പനയാണ് അന്യരാരും എവിടെ വരരുത്, ലങ്കാനഗരിയിൽ വരരുത് എന്ന്. ഈ ലങ്കാനഗരിയുടെ ഏതു ഭാഗത്തിൽ നിന്ന് ആര് പ്രവേശിക്കാൻ ഒരുമ്പെട്ടാലും നാം അറിയുന്നതാണ്. ലങ്കാലക്ഷ്മി പറയാണ്, ലങ്കാനഗരത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ആരുള്ളിൽ കയറാൻ ശ്രമിച്ചാലും ഞാനതറിയും. എന്നെ മറികടന്ന് ആർക്കും ഇവിടെ കയറാൻ കഴിയില്ല. നമ്മെ ധിക്കരിച്ചാരും ലങ്കാനഗരത്തിൽ പ്രവേശിക്കുകയില്ല. അപ്രകാരം ആരെങ്കിലും പ്രവേശിക്കാൻ ഉദ്യമിച്ചാൽ തൽക്ഷണം തന്നെ അവനെ നാം നിഗ്രഹിക്കുന്നതാണ്. എന്താണ്? അങ്ങനെ ആരെങ്കിലും എന്നെ ധിക്കരിച്ചുകൊണ്ട് ലങ്കാനഗരത്തിൽ കയറാൻ നോക്കിയാൽ അവരെ ഞാൻ കൊന്നുകളയും. ലങ്കാലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് ആഞ്ജനേയ സ്വാമി പരിഹസിച്ചങ്ങ് ചിരിച്ചു. ആ പരിഹാസ ചിരി കണ്ടപ്പോഴേക്കും ലങ്കാലക്ഷ്മിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. ലങ്കാലക്ഷ്മി ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഉടനെ രാക്ഷസി പറയാണ്, മർക്കടമേ, നമ്മെ പരിഹസിക്കുന്ന നീ മരിക്കാൻ തുനിഞ്ഞു നിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. എന്താ പറയുന്നത്? മർക്കടമേ, നമ്മെ പരിഹസിക്കാൻ നിൽക്കുന്ന നീ ഉറപ്പായിട്ടും മരിക്കാൻ തുനിഞ്ഞവനാണ്. മര്യാദയ്ക്ക് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ ആരാണെന്ന്, ഒരു മർക്കടനാണെന്ന് പോലും ചിന്തിക്കാതെ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴും നമ്മുടെ ഹനുമാൻ സ്വാമി ചിരി തുടങ്ങി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ചേച്ചി എന്താ ചെയ്തതെന്നറിയാമോ? ചേച്ചി കണ്ടില്ല. ചേച്ചി പുറത്ത് പോയി വരുമ്പോൾ കുറച്ച് റോസാപ്പൂ വാങ്ങിയിട്ട് ഞാൻ അവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ചേച്ചി അതിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഞാൻ പോയാൽ എൻ്റെ ഈ ചെടികളെല്ലാം നനയ്ക്കുന്നത് മഹേശ്വരി ചേച്ചിയും അപ്പുറത്തുള്ള പ്രിയ ചേച്ചിയും ലക്ഷ്മി ആൻറ്റിയൊക്കെയാണ്. അതായത് ഞങ്ങളുടെ അയൽവാസികൾ. വളരെ സ്നേഹത്തോടെ ഒരേ മനസ്സോടെയാണ് ഈ ഫാമിലി ട്രാവൽ ചെയ്യുന്നത്. അവിടെ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും ഞങ്ങൾ കാണിക്കില്ല. ഒരാൾ ആന്ധ്ര, ഒരാൾ കേരളം, രണ്ടുപേര് തമിഴ്നാട്. പക്ഷെ നല്ല സ്നേഹത്തോടെ നല്ല ഐക്യതയോടെയാണ് പോകുന്നത്. മിക്കപ്പോഴും ഒരു വീട്ടിൽ കറി വെച്ചാൽ മതി, 4 വീട്ടിലും കിട്ടും. അപ്പോ പരിഹാസ ചിരി കേട്ട് ലങ്കാലക്ഷ്മി അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വന്നു. ലങ്കാലക്ഷ്മി അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം. രാക്ഷസി പറഞ്ഞു, മർക്കട, നമ്മെ പരിഹസിക്കുന്ന നീ മരിക്കാൻ തുനിഞ്ഞു നിൽക്കുന്നവൻ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ മതികെട്ട മർക്കടനാണ് നീ എന്ന് പോലും ചിന്തിക്കാതെ നിന്നെ ഞാൻ വധിച്ചു കളയുമെന്ന് പറഞ്ഞു. അമ്മുവിന്റെ വീട്ടില്, അമ്മയുടെ വീട്ടില് വരും. ഉടനെ ഹനുമാൻ സ്വാമി പറഞ്ഞു, മാതാവേ, വന്ന കാര്യം സാധിക്കാതെ മടങ്ങിപ്പോകുന്ന ഭീരുവല്ല ഹനുമാൻ. ഞാൻ വന്ന കാര്യം ഞാൻ സാധിപ്പിച്ചെടുക്കും. ഭയന്ന് വിറച്ച് ചാകുന്നതിലും ഭേദം കാര്യസാധ്യതയ്ക്ക് വേണ്ടി പടപൊരുതി മരണപ്പെടുന്നതാണ്. അതായത് ഭയന്ന് വിറച്ച്, പേടിച്ച് വിറച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ പടപൊരുതി മരിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് വഴിമാറി നിൽക്ക്. എനിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ തിടുക്കമുണ്ട്. എന്താ പറഞ്ഞത്? എനിക്ക് അകത്തേക്ക് പോണം. ലങ്കാലക്ഷ്മി ആയാലും ആരായാലും ശരി, വഴിമാറി നിൽക്കെന്ന് പറഞ്ഞു. നിസ്സാരനായ ഒരു കൊരങ്ങൻ എന്നെ ഇത്രയും പരിഹസിക്കുന്നല്ലോ, ലങ്കാലക്ഷ്മി ആലോചിച്ചു. കോപം കൊണ്ട് ലങ്കാലക്ഷ്മി അങ്ങ് കലി തുള്ളുകയാണ്. പ്രാകാരദ്വാരത്തിൽ കൂടി അകത്തേക്ക് പോകാൻ ഒരുങ്ങിയ ഹനുമാൻ സ്വാമിയെ ലങ്കാലക്ഷ്മി എന്ത് ചെയ്തു? പിടിച്ചിങ്ങോട്ട് വലിച്ചു. എന്നിട്ടോ അദ്ദേഹത്തിന്റെ മുതുകിൽ തന്നെ ഒരു കുത്തു കൊടുത്തു. ഹനുമാൻ സ്വാമിയുടെ അടി കിട്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് അങ്ങ് ദേഷ്യം വന്നു. ഹനുമാൻ സ്വാമി എന്ത് ചെയ്ത്? ഒരു വട്ടം ഇങ്ങനെ ശരീരം ഒന്ന് കൊടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കാവൽക്കാരി, സമാധാനം കാംക്ഷിക്കുന്ന നാം ഷണ്ഠ വേണ്ടെന്ന് തീരുമാനിച്ചതാണ്. അതായത് സമാധാനത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ ഒരു വഴക്ക് വേണ്ടാന്ന് തീരുമാനിച്ചത്. രാക്ഷസിയായ നീ വിരൂപിയാണെങ്കിലും സ്ത്രീ ആണല്ലോ എന്നാണ് ഞാൻ കരുതിയത്. നിന്നെ കാണാൻ കൊള്ളില്ല, നീ രാക്ഷസിയാണ്. എന്നാൽ കൂടി നീ ഒരു സ്ത്രീ ആണല്ലോ എന്നുള്ളൊരു പരിഗണനയാണ്. എല്ലാം പോയി. ഈ കാറ്റിന് വരാൻ കണ്ടൊരു നേരം. നീ ഒരു സ്ത്രീ ആണെന്നാണല്ലോ ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം നിന്നെ ഉപദേശിച്ചത്. പക്ഷെ എന്നെ പ്രഹരിക്കാൻ തുനിഞ്ഞ നിന്നെ തിരിച്ചടിച്ചില്ലെങ്കിൽ
നമുക്കത് അപമാനമാണ്. നീ എൻ്റെ ദേഹത്ത് കൈവച്ചു അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി അങ്ങ് കലിതുള്ളാൻ തുടങ്ങി. അടുത്ത നേരം തന്നെ മുഷ്ടി ചുരുട്ടി ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്തു? ഈ ലങ്കാലക്ഷ്മിയുടെ മാറിടത്തിൽ തന്നെ ഒരു കുത്തങ്ങട് കൊടുത്തു. ഇടിവെട്ടേറ്റതുപോലെ അവശയായി പോയി നമ്മുടെ ലങ്കാലക്ഷ്മി. ശരീരവും മനസ്സും ഒരുപോലെ തളർന്ന ഒരു വലിയ മലയങ്ങ് വീഴുന്നത് പോലെ മലർന്നടിച്ച് തറയിൽ വീണു ലങ്കാലക്ഷ്മി. ശ്വാസം വിടാൻ പോലും പറ്റാതെ കിടന്നിങ്ങനെ കൈകാലിട്ട് ഇങ്ങനെ പെടക്കിയാണ് ലങ്കാലക്ഷ്മി. അപ്പോൾ ലങ്കാലക്ഷ്മിയോട് നമ്മുടെ ആഞ്ജനേയ സ്വാമിക്ക് കുറച്ചൊരു സഹതാപം തോന്നി. ഉടനെ ലങ്കാലക്ഷ്മിനെ ആഞ്ജനേയ സ്വാമി കൈ കൊടുത്ത് അങ്ങ് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്ക് എന്നും പറഞ്ഞ് അങ്ങ് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അങ്ങ് ആശ്വസിപ്പിച്ചു. വായുപുത്രനെ വന്ദിച്ചു നിന്ന് ലങ്കാലക്ഷ്മി പറഞ്ഞു, ആഞ്ജനേയ, അഷ്ടലക്ഷ്മിമാരിൽ ഒരുത്തിയായ വിജയലക്ഷ്മിയാണ് ഞാൻ. സൂപ്പർ അല്ലേ? വായുപുത്ര, അഷ്ടലക്ഷ്മിമാരിൽ ഒരുവളായ വിജയലക്ഷ്മിയാണ് ഞാൻ. കടമയിൽ അശ്രദ്ധ കാട്ടിയ എന്നെ രാക്ഷസിയായി ഭവിച്ച് ലങ്കയുടെ കാവൽക്കാരിയായി തീരുമാറാകട്ടെ എന്ന് ബ്രഹ്മദേവൻ ശപിച്ചു. ബ്രഹ്മദേവന്റെ ശാപമോക്ഷത്തിനോട് ഞാൻ ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു. ശ്രീരാമ കാര്യാർത്ഥം ലങ്കയിൽ വരുന്ന രാമദൂതനായിരിക്കുന്ന ആഞ്ജനേയന്റെ താണ്ഡനമേൽക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കുമെന്ന് ബ്രഹ്മദേവൻ അരുളി ചെയ്തു. അങ്ങയുടെ ആഗമനവും, അതായത് അങ്ങയുടെ വരവും കാത്ത് പ്രതീക്ഷിച്ച് കാത്തിരുന്ന എനിക്ക് സാന്നിധ്യവും പ്രഹരവും സിദ്ധിച്ച് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. അങ്ങേക്ക് വിജയവും മംഗളവും സിദ്ധിക്കട്ടെ. ഞാൻ രാമദേവ ദർശനാർത്ഥം ഋഷ്യമുഖാദ്രിയിലേക്ക് പുറപ്പെടുകയാണ്. മാരുതപുത്രനെ ആശീർവദിച്ചിട്ട് ലങ്കാലക്ഷ്മി എന്ത് ചെയ്തു? നമ്മുടെ രാക്ഷസിയുടെ വേഷം ഒഴിവാക്കിയിട്ട് വിജയലക്ഷ്മിയുടെ രൂപം ധരിച്ചുകൊണ്ട് എന്നേക്കുമായിട്ട് ആ ലങ്കാനഗരത്തോട് യാത്ര പറഞ്ഞ് അപ്രത്യക്ഷിതമായി. ഓക്കെ, ലങ്കാനഗരിയോട് യാത്ര പറഞ്ഞ് അപ്രത്യക്ഷമായി. വിജയലക്ഷ്മിയായിരുന്നു അത്. ഓക്കെ, ഈ കഥ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ലങ്കാലക്ഷ്മി ആരാണെന്നും എങ്ങനെ വിജയലക്ഷ്മിയായി എന്നുള്ള കഥ ആർക്കെങ്കിലും അറിയോ? കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കഥ? കേട്ടിട്ടുണ്ടോ ഇല്ലേ? അറിയില്ലായിരുന്നു. അപ്പോ നമ്മുടെ ലങ്കാലക്ഷ്മിയായിരുന്നത് വിജയലക്ഷ്മിയായിരുന്നു. നിങ്ങൾക്ക് ഞാൻ എന്താ പറയാ, വൈകാതെ ലങ്കാലക്ഷ്മിയുടെ ഒരു എന്താ പറയാ, ലങ്കാലക്ഷ്മി മാത്രമല്ല, വിജയലക്ഷ്മി, ധനലക്ഷ്മി, അങ്ങനെ കുറേ അഷ്ടലക്ഷ്മിമാരില്ലേ, അവരുടെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നാണ് അത് ശരിയാക്കി വെച്ചത്. വൈകാതെ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ സീതാന്വേഷണം തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി പഴയ രൂപം പ്രാപിച്ച്, വിജയലക്ഷ്മിയുടെ രൂപം പ്രാപിച്ച് ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു രാക്ഷസിയുടെ രൂപം ഒഴിവാക്കിക്കൊണ്ട് നേരെ ഭക്ത ഹനുമാന്റെ അനുഗ്രഹത്തോടു കൂടി എവിടേക്ക് പോകുന്നു? എവിടേക്ക് പോകുന്നു? നേരെ ആരെ കാണാൻ പോവാണ്? നമ്മുടെ ശ്രീരാമസ്വാമിയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോ ബ്രഹ്മദേവന്റെ ശാപം കൊണ്ടാണ് വിജയലക്ഷ്മിക്ക് അങ്ങനെ ഒരു എന്ത് വന്നത്? ശാപം വന്നത്. അതൊക്കെ മാറി നേരെ വിജയലക്ഷ്മി പോവാണ്. ഇനി സീതാന്വേഷണത്തിൽ എന്താ പറയുന്നത്? പിന്നെ ഏറ്റവും കൃഷഗാത്രനായിക്കൊണ്ട് രൂപം പ്രാപിച്ച, അതായത് ഒരാളാലും തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രൂപത്തോടുകൂടി നമ്മുടെ മാരുതാത്മജൻ ഗോപുര കവാടത്തിലുള്ള കിളിവാതിലിൽ കൂടി ലങ്കാനഗരത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രാകാരങ്ങളാലും മണിമന്ദിരങ്ങളും ഒക്കെ ചാടിക്കടന്ന്
തീവ്രമായ ശ്രദ്ധയോടുകൂടി സീതാദേവിയെ അന്വേഷിക്കുകയാണ്. മനസ്സിലായോ? അദ്ദേഹം സീതാദേവിയെ അന്വേഷിച്ചു തുടങ്ങി. അന്വേഷിച്ചുകൊണ്ടിരിക്കെ ആ സമയത്ത് കണ്ട കാഴ്ചകളെല്ലാം ഹനുമാൻ സ്വാമിയെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഭീകരരൂപിയായിരിക്കുന്ന ഒരുപാട് രാക്ഷസ സ്ത്രീകള് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കൃഷഘാത്രികളും സുന്ദരികളുമായിരിക്കുന്ന ദേവാങ്കനന്മാരും ഗന്ധർവ കന്യകമാരും ആടിയും പാടിയും വാദ്യങ്ങൾ വായിച്ചും അവരെ രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? രാക്ഷസിമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സുന്ദരികളായിരിക്കുന്ന ദേവാങ്കനകളും ഗന്ധർവ കന്യകമാരൊക്കെ രാക്ഷസിമാരുടെ സന്തോഷത്തിന് വേണ്ടി ആടിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. നീചരായിരിക്കുന്ന രാക്ഷസന്മാരാൽ അവശതകൾ അനുഭവിക്കുന്ന ദേവന്മാരുടെയും ദേവാങ്കനമാരുടെയും മോചനത്തിന് വേണ്ടിയായിരിക്കാം എന്ത് നാശകാലം അടുത്തിരിക്കുന്ന രാവണന് സീതാദേവിയെ അപഹരിക്കാൻ തോന്നിയതെന്ന് ആഞ്ജനേയ സ്വാമി ഊഹിച്ചു. എന്താണ്? ഭയങ്കരം ദുഷ്ടനായിരിക്കുന്ന രാക്ഷസിമാരുടെയും രാവണന്റെയൊക്കെ അവസാന നാളുകളെടുത്തു. അതിനു വേണ്ടിയാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ലങ്കാപുരിയിൽ പ്രവേശിച്ചത്. മാത്രമല്ല, രാവണന് കഷ്ടകാലം അടുത്ത സമയമായതുകൊണ്ടാണ് സീതാദേവിയെ അപഹരിക്കാൻ തോന്നിയതെന്ന് നമ്മുടെ ആഞ്ജനേയ സ്വാമി ഊഹിച്ചു. ലങ്കാനഗരത്തിലുള്ള ഒരുപാട് രാക്ഷസ പ്രമാണികളുണ്ട്. അവരുടെ കൊട്ടാരങ്ങളും ഉദ്യാനങ്ങളും പൂന്തോട്ടങ്ങളും അവരുടെ എല്ലാ സ്ഥലങ്ങളും ഒക്കെ വിശദമായി വളരെ ശ്രദ്ധയോടുകൂടി ആഞ്ജനേയ സ്വാമി കണ്ടെത്തി. പക്ഷെ അവിടെയൊന്നും സീതാദേവിയെ കാണാൻ പറ്റിയില്ല. സമയമാണെങ്കിലോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാതിരാത്രി കഴിഞ്ഞു. മനസ്സ് തളരാതെ ആഞ്ജനേയ സ്വാമി സീതാദേവിയെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തെരുവ് വീതികളെല്ലാം ഇരുട്ടിലേക്ക് പോയി. അവിടെ എല്ലാം നടന്ന് ലങ്കാനഗരി മുഴുവൻ ഹനുമാൻ സ്വാമി സീതാദേവിയെ അന്വേഷിക്കുകയാണ്. ഒരു വിശാലമായിരിക്കുന്ന കൊട്ടാരത്തിന്റെ നടുമുറ്റത്തെത്തി. തന്നെ ആരോ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത് പോലെ ഹനുമാൻ സ്വാമിക്ക് തോന്നി. നല്ല സൂക്ഷ്മതയോടുകൂടി നോക്കിയപ്പോ എന്തോ ഒരു വസ്തു അറുത്തു മുറിക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു. അതിന്റെ കാരണം എന്തായിരിക്കാമെന്ന് നമ്മുടെ ഹനുമാൻ സ്വാമി പതുങ്ങി 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 ചെന്ന് ശ്രദ്ധയോടെ നോക്കി. ഭീമാകാരനായിരിക്കുന്ന ഒരു രാക്ഷസൻ കൂർക്കം വലിച്ചു ഉറങ്ങുകയാണ്. ആ കൂർക്കം വലിയുടെ ശബ്ദമാണ് കേട്ടത്. അവന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ ശക്തി തന്നെ കണ്ടപ്പോ ഹനുമാൻ സ്വാമി അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. അവന്റെ കൂർക്കം വലിയുടെ ഭീകര ശബ്ദമാണ് കേട്ടതെന്ന് മനസ്സിലായപ്പം ഹനുമാൻ സ്വാമി അങ്ങ് ചിരിച്ചുപോയി. മാംസമല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇതിപ്പോ അതുപോലെ മലർന്നു കിടന്നുറങ്ങുന്ന ഒരു രാക്ഷസൻ. ഹോ, ഇവൻ ഇനി വല്ല ദശമുഖ രാവണനുമായിരിക്കോ? ഹനുമാൻ സ്വാമിക്ക് തോന്നി. സംശയം തീർക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി ആ രാക്ഷസന്റെ തൊട്ടടുത്ത് വന്നു. രാക്ഷസനെ ഒന്ന് അടിമുടി നോക്കി. അല്ല, ഇവൻ രാവണനല്ല. ഒരു ശിരസ് മാത്രമുള്ള, അതായത് ഒരൊറ്റ തല മാത്രമുള്ള കുണ്ഠോദര രാക്ഷസനായിരിക്കാനാണ് ചാൻസ്. രാവണനാവാൻ ചാൻസ് ഒന്നുമില്ല. കുറച്ചും കൂടി ചിന്തിച്ചപ്പോ ഉറങ്ങുന്ന ഉറക്കത്തിന്റെ ആളാരാണ്? കുംഭകർണനായിരിക്കുമെന്ന് ഹനുമാൻ സ്വാമി ഊഹിച്ചു. അങ്ങനെ ഹനുമാൻ സ്വാമി അവിടുന്ന് കറക്റ്റ് ത്രിവേണിയമ്മ കുംഭകർണനായിരുന്നു. അങ്ങനെ അവിടുന്ന് ഹനുമാൻ സ്വാമി അടുത്ത ഒരു കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോ അവിടെ ശയനഗൃഹത്തിലേക്ക് കയറി, എല്ലാവരും ഉറങ്ങുന്ന വീട്ടിലേക്ക് കയറി. സപ്രമഞ്ചത്തിലേക്കൊന്ന് ഉറ്റുനോക്കി. ഭാര്യയുടെ കൂടെ നല്ല ഉത്തമ മുഖലക്ഷണത്തോടുകൂടി ഒരുത്തൻ സുഖമായി ഉറങ്ങുകയാണ്. ഇവൻ ആരായിരിക്കും? ഹനുമാൻ സ്വാമി ആലോചിച്ചു. സംശയമില്ല,
വൈഷ്ണവ ചൈതന്യമുള്ള ഇവൻ രാവണന്റെ സഹോദരനായ വിഭീഷണൻ തന്നെ. സൃഷ്ടിയുടെ ഒരു വിചിത്രത നോക്കണേ. അത് കണ്ട് ഹനുമാൻ സ്വാമി അങ്ങ് അത്ഭുതപ്പെട്ടുപോയി. നീചനായിരിക്കുന്ന ദശമുഖ രാവണന്റെ സഹോദരനായ വിഭീഷണൻ ചേറ്റിൽ, അതായത് ചെളിയിൽ വിരിഞ്ഞ ചെന്താമരയെ പോലെ വിശിഷ്ട ഗുണമുള്ള ഒരുത്തനായി ജനിച്ചിരിക്കുകയാണ്. നീചനാണ് രാക്ഷസൻ. പക്ഷെ അവന്റെ സഹോദരനായ വിഭീഷണനോ ചെളിയിൽ വിരിഞ്ഞ താമരപ്പൂ പോലെ മനോഹരമായിരിക്കുന്ന വൈഷ്ണവ ചൈതന്യമുള്ള ഒരാളും. ഹോ, എന്തൊരു വിചിത്രമായ സൃഷ്ടി. അങ്ങനെ ഇന്ദ്രജിത്തിന്റെ അരമനയിൽ കയറിയ ആഞ്ജനേയ സ്വാമി അവിടെയും നമ്മുടെ സീതാദേവിയെ അന്വേഷിച്ചു. പക്ഷേ സീതാദേവിയെ കണ്ടെത്താൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചില്ല. ലങ്കാനഗരത്തില് എല്ലായിടത്തിലും ഹനുമാൻ സ്വാമി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 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 നവരത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച രാവണന്റെ കൊട്ടാരത്തിലേക്കും നമ്മുടെ ഹനുമാൻ സ്വാമി കയറി. ഒന്ന് ഓർക്കണം, നവരത്നങ്ങൾ കൊണ്ടാണ് ആ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയും നമ്മുടെ ഹനുമാൻ സ്വാമി കയറി. പല 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 കവാടങ്ങളും കടന്ന്, ഇടനാഴികളും കടന്ന് ഹനുമാൻ സ്വാമി അന്തപുരത്തിലേക്ക് കയറി. ആട്ടവും പാട്ടും എല്ലാം കുറച്ചു മുൻപെയാണ് തീർന്നതെന്ന് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. കാരണം എന്താ? അവിടെ തന്നെ ഒരുപാട് ദേവകലാകാരന്മാർ അവശതയോടുകൂടി വാദ്യോപകരണങ്ങളിലൊക്കെ കമിഴ്ന്നു കിടന്നുറങ്ങാണ്. അപ്പൊ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി, കുറച്ചു മുമ്പെയാണ് ഇവിടെ ആട്ടവും പാട്ടും ഒക്കെ തീർന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ക്ഷീണിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്നത്. അന്തപുരത്തില് നല്ല ഭംഗിയോടുകൂടി വിശിഷ്ടമായി അലങ്കരിച്ചിരിക്കുന്ന മലർമഞ്ചത്തിൽ ലങ്കാധിപനായിരിക്കുന്ന രാവണൻ ശയിച്ചങ്ങനിരിക്കുകയാണ്. കിടന്നുറങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞു. ആ സമയത്തും കാമാന്ധനായിരിക്കുന്ന രാവണൻ ഉറക്കച്ചടവിൽ, ആ ഉറക്കത്തിലും സീതേ സീതേ എന്ന് പുലമ്പിക്കൊണ്ടിരിക്കുക. കാമം നിറഞ്ഞ രാവണൻ ആ ഉറക്കത്തിൽ പോലും സീതേ സീതേ എന്ന് വിളിക്കുകയാണ്. സീതാദേവി ലങ്കയിൽ തന്നെ ഉണ്ടെന്നും ദേവിയെ വശത്താക്കാൻ ദശമുഖന് സാധിച്ചിട്ടില്ല എന്നും ആഞ്ജനേയ സ്വാമിക്ക് മനസ്സിലായി. അതോർത്ത് ആഞ്ജനേയ സ്വാമിക്ക് സന്തോഷം തോന്നി. സകല സമ്പദ് സമൃദ്ധികളും നേടുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടും ബ്രഹ്മവംശജനായിരിക്കുന്ന രാവണൻ സ്ത്രീലമ്പടനായും തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്നവനായും മാറിയതിനെ കുറിച്ചോർത്ത് ആഞ്ജനേയ സ്വാമിക്ക് സങ്കടം തോന്നി. അരമനയുടെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് രാക്ഷസ സ്ത്രീകളുണ്ട്. പക്ഷെ അവരെല്ലാവരും പകുതി വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ. ആഞ്ജനേയ സ്വാമിക്ക് ആകപ്പാടെ ഒരു ഇഷ്ടക്കേട് തോന്നി. എന്തൊരു സ്ഥലമായത്! അതിനിടയിലും ആഞ്ജനേയ സ്വാമി സീതാദേവിയെ കണ്ണിമ ചിമ്മാതെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള മറ്റൊരു മുറിയില് സുന്ദരിയായ ഒരു സ്ത്രീ ഇങ്ങനെ കിടന്നുറങ്ങാണ്. അത് കണ്ട് ആഞ്ജനേയ സ്വാമി അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു. മഹാലക്ഷ്മിയെ പോലെ അഴകുള്ള ഇവൾ സീതാദേവി ആയിരിക്കുമോ? സീതാവിയോഗത്താൽ ദുഃഖിതനായിരിക്കുന്ന രാമൻ ഋഷ്യമുഖാചലത്തിലുള്ള ഗുഹയിൽ സീതേ സീതേ എന്നോർത്ത് വേദനയോടുകൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീത രാവണന്റെ അരമനയിൽ സന്തോഷത്തോടുകൂടി സുഖമായി ഉറങ്ങുമോ? ആശയക്കുഴപ്പം തോന്നിയ ആഞ്ജനേയ സ്വാമിക്ക്, ദുഃഖവും ദേഷ്യവും തോന്നിയ ആഞ്ജനേയ സ്വാമി കുറച്ചും കൂടി അടുത്ത് ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീയെ ശ്രദ്ധയോടുകൂടി നോക്കി. അല്ല, ഉറങ്ങുന്ന ആ സ്ത്രീ സീതാദേവി അല്ല. പതിവ്രത രത്നമായിരിക്കുന്ന സീതാദേവി ഇപ്രകാരം കിടന്നുറങ്ങില്ല.
തന്നെത്താൻ മറന്ന് ഒരിക്കലും സീതാദേവിക്ക് ഈ സമയത്ത് ഉറങ്ങാൻ കഴിയില്ല. ഇവൾ ആരായിരിക്കും? പഞ്ചകല്യാണിമാരിൽ ഒരുവളായിരിക്കുന്ന രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയാണ്. സീതാദേവിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്ത് ഹനുമാൻ സ്വാമി വല്ലാതെ വിഷമിച്ചു. അറിയാതെ ചെയ്തുപോയ ആ ഒരു അപരാധത്തിന് ശ്രീരാമസ്വാമിയോടും സീതാദേവിയോടും ഹൃദയം കൊണ്ട് മാപ്പ് ചോദിച്ചു ഹനുമാൻ സ്വാമി. കിഷ്കിന്ധിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കൈകൾ കൂപ്പി നിന്ന് ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ച് ലോകമാതാവായിരിക്കുന്ന ജാനകീദേവിയെ നിസ്സാരമായി മനസ്സുകൊണ്ട് ഭാവിച്ചല്ലോ ഞാൻ. ഈ മണ്ഡോദരിയായിരിക്കുന്ന രാക്ഷസിയെ ലോകമാതാവായ ജാനകീദേവിയാണെന്ന് ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ. അതിനെന്നോട് പൊറുക്കണേ. ശ്രീരാമസ്വാമിയോടും സീതാദേവിയോടും മനസ്സുകൊണ്ട് ഹനുമാൻ സ്വാമി മാപ്പ് ചോദിച്ചു. ലങ്കാനഗരം മുഴുവൻ ഹനുമാൻ സ്വാമി സീതാദേവിയെ അന്വേഷിച്ച് നടന്നു. പക്ഷേ എവിടെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നിരാശനായി അശോകവനിയിലേക്ക് കടന്നു. ആ വൃക്ഷത്തിൽ അങ്ങ് കയറിയിരുന്നു. ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാനായി മനസമാധാനത്തോടുകൂടി ജയ് ശ്രീരാം, ജയ് സീതാറാം, ജയ് സീതാറാം എന്നങ്ങ് ജപിച്ചു. ലങ്കാനഗരത്തിലെത്തിയിട്ട് ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞു. സീതാദേവിയെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആഞ്ജനേയസ്വാമി ഒരുപാട് വിഷമിച്ചു. ഞാൻ നടക്കാത്ത വഴികളില്ല, കേറാത്ത അരമനകളില്ല, മണിമണ്ഡപങ്ങളോ ഉദ്യാനങ്ങളോ ഒന്നും തന്നെ, പൂന്തോട്ടങ്ങളോ ഒന്നും ലങ്കാനഗരിയിലില്ല. സ്ത്രീകൾ പാർക്കുന്ന അന്തപുരത്തിൽ വരെ ദേവിയെ ഞാൻ അന്വേഷിച്ചു. ജാനകി ദേവിയെ എവിടെയായിരിക്കാം ഈ ദുഷ്ടൻ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ സീതാദേവിയെ അന്വേഷിച്ച് ആരെങ്കിലും ലങ്കാനഗരിയിൽ വരുമെന്ന് കരുതി മറ്റെവിടെയെങ്കിലും രാവണൻ രഹസ്യമായി ദേവിയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുമോ? അങ്ങനെ ഒരു സംശയം ഹനുമാൻ സ്വാമിയുടെ ഹൃദയത്തിൽ വന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജാനകി ദേവിയെ കണ്ടെത്തേണ്ടത്? രാവണൻ രാക്ഷസനെ പിടിച്ചു കെട്ടിയിട്ട് ക്രൂരമായി അവനെ ഉപദ്രവിച്ചുകൊണ്ട് ചോദ്യം ചെയ്താലോ? ഹനുമാൻ സ്വാമി ആലോചിക്കുകയാണ്. അവനെ അങ്ങ് പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് നല്ല തല്ലു കൊടുത്തിട്ട് അവനെ കൊണ്ടൊന്ന് പറയിക്കാൻ ശ്രമിച്ചാലോ? മണ്ഡോദരിയെ പിടികൂടിയിട്ട് രാവണന്റെ മുമ്പിൽ വെച്ച് അവളെ അങ്ങ് അപമാനപ്പെടുത്തി തേജോവധം ചെയ്താൽ അവൻ പറയുമോ ജാനകി ദേവിയെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്ന്? അങ്ങനെ ആഞ്ജനേയ സ്വാമി പല രീതിയിലും ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ ആ അശോകവനത്തിൽ നിന്ന് വിചിത്രമായ ഒരു ശബ്ദമുയരുന്നത് ആഞ്ജനേയ സ്വാമിയുടെ ചെവിയിലെത്തി. ആ ശബ്ദം എന്തായിരിക്കുമെന്ന് വളരെ ശ്രദ്ധയോടുകൂടി ആഞ്ജനേയ സ്വാമി ആലോചിച്ചു. ആരോ കൂർക്കം വലിക്കുന്ന ശബ്ദമാണെന്ന് ആഞ്ജനേയ സ്വാമിക്ക് മനസ്സിലായി. അശോകവനത്തിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആഞ്ജനേയ സ്വാമി ചാടി 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 മെല്ലെ 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 ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി. പടർന്ന് പന്തലിച്ച ശിംശവാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ സുശീലയായിരിക്കുന്ന അങ്കനാരത്നം ഇരിക്കുന്നത് കണ്ടു. ആഞ്ജനേയ സ്വാമി ഒരു നിമിഷം നിശബ്ദതയോടുകൂടിയിരുന്നു. അവളെ ചുറ്റി ഒരുപാട് ഭീകരികളായിരിക്കുന്ന ആരുണ്ട്?
കുറേ രാക്ഷസിമാരുണ്ട്. ഭീകര രൂപിണികളായിരിക്കുന്ന ഒരുപാട് രാക്ഷസികൾ ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. കുറച്ചു പേര് ഉറങ്ങുന്നു. കുറച്ച് രാക്ഷസികളുടെ കൂർക്കം വലികളാണ് കേട്ടതെന്ന് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. ശിംഷഭാ വൃക്ഷത്തിന്റെ എതിരുള്ള ഓപ്പോസിറ്റുള്ള വേറൊരു മരത്തിൽ കയറി സാവകാശം ഹനുമാൻ സ്വാമി ഇങ്ങനെ നോക്കി. ഇത് തന്നെയാണോ എൻ്റെ സ്വാമിയായിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ പതിവ്രതയാ? കഥ കേട്ടാൽ മോക്ഷമുറപ്പാണ്. അങ്ങനെ കണ്ണീരിൽ കുതിർന്ന ആ കണ്ണുകൾ, പാറിപ്പറന്നു കിടക്കുന്ന മുടി, മുഷിഞ്ഞു ജീർണിച്ച വസ്ത്രം, വളരെ ക്ഷീണിതയായിരിക്കുന്ന ആ മുഖം, എങ്കിലും തേജസ്സുള്ള ആ മുഖശ്രീ, ആഭിജാത്യമുള്ള കുലത്തിൽ പിറന്നവളെന്ന് ആഞ്ജനേയ സ്വാമി ഊഹിച്ചെടുത്തു. ഒരുപക്ഷേ താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ജാനകി ദേവി ആയിരിക്കുമോ ഇത്? ആ അംഗരത്നം തന്നെയാണ് ഈ സ്ത്രീ എന്ന് ഹനുമാൻ സ്വാമി ഉറപ്പിച്ചു. രാമനാമം ഉരുവിട്ടുകൊണ്ട് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഉത്തമ സ്ത്രീ സീതാദേവി തന്നെ. ഭയഭക്തി പാരവശ്യത്താൽ മനസ്സുരുകിയ മാരുതി കരങ്ങൾ കൂപ്പിക്കൊണ്ട് ആ ലോകമാതാവിനെ വന്ദിച്ചു. ആഹാ, രാമദേവ പത്നിയായിരിക്കുന്ന ജാനകി ദേവി ഉത്തമ കുലജാതയും പതിവ്രത ശിരോമണിയും പരിപാവന മനസ്വിനിയും. ഒരു സംശയവുമില്ല, ഇത് സീതാദേവി തന്നെ. സത്യധർമാദി സദ്ഗുണങ്ങളുടെ ഉത്തമ പ്രതീകമായിരിക്കുന്ന സീതാദേവി ദർശനത്താൽ മനസ്സ് നിർവൃതിയായി. ഹനുമാൻ സ്വാമിയുടെ ഹൃദയമങ്ങ് കോരിത്തരിച്ചു. ദേവിയുടെ ആ പാവന പാതാരവിന്ദങ്ങളിൽ വീണ് സാഷ്ടാംഗം പ്രണമിക്കണമെന്ന് ഹനുമാൻ സ്വാമിക്ക് തോന്നി. തൻ്റെ പ്രാണനാഥൻ വസിക്കുന്ന സ്ഥലമാണ് അയോധ്യ സാമ്രാജ്യമെന്ന് കരുതി നാഥനോടൊപ്പം വനവാസം ചെയ്യാനിറങ്ങിയ ഭൂമി പുത്രിയുടെ അദ്ഭുത മാഹാത്മ്യം അത് പറയാൻ വാക്കുകളില്ല. പതിവ്രതാ രത്നങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ പതിക്കുന്ന സ്ഥലം ലങ്കയോ അമരാവതിയോ ആയിക്കൊള്ളട്ടെ, ആ സ്ഥലം വെന്ത് വെണ്ണീറാകുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അഹങ്കാരിയായിരിക്കുന്ന രാവണൻ മറന്നിരിക്കുന്നു ശ്രീരാമസ്വാമിയുടെ പതിവ്രതയായിരിക്കുന്ന ജാനകി ദേവിയുടെ കണ്ണുനീർ എത്ര മനോഹരമായിരിക്കുന്ന നവരത്നങ്ങളാൽ പണികഴിപ്പിച്ച ലങ്കാനഗരിയിൽ വീണാലും ആ ലങ്കാനഗരി നശിക്കുമെന്ന കാര്യം രാവണൻ മറന്നിരിക്കുന്നു. അഗ്നികുണ്ഡത്തേക്കാൾ ജ്വലന ശക്തിയുള്ള പതിവ്രത ശിരോമണിയുടെ ശാപവും താപവുമേറ്റ് ലങ്കാനഗരം ദഹിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിനാൽ വലിയ തെറ്റു തന്നെയാണ് ദശമുഖ രാവണൻ ചെയ്തിരിക്കുന്നത്. രാമദേവനെ പതിയായി പ്രാപിക്കുന്നതിന് ഭാഗ്യം സിദ്ധിച്ചവളാണ് സീതാദേവി എന്ന് പറയുന്നതിനേക്കാൾ സീതാദേവിയെ ഭാര്യയായി പ്രാപിക്കുവാൻ സാധിച്ച രാമനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നതാണ് ഉത്തമം. സീതാദേവിയെ കണ്ട് രാമദേവന്റെ സന്ദേശം എപ്രകാരമാണ് ഞാൻ പറയുക? ഹനുമാൻ സ്വാമി ആലോചിച്ചു. ഏത് രീതിയിൽ ഞാൻ സീതാദേവിയുടെ അടുത്ത് ചെന്ന് സീതാദേവിയുടെ അടുത്ത് ചെന്ന് ഏത് രീതിയിലാണ് ഞാൻ പറയുക? സീതാദേവിക്ക് കാവൽ നിൽക്കുന്ന രാക്ഷസിമാർ തന്നെ കണ്ടാൽ ബഹളം വെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. തീർച്ചയാണ്. അപ്രകാരം സംഭവിച്ചാൽ സീതാദേവിയെ കാണുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണല്ലോ.
എന്താണ് അതിനൊരു മാർഗം? ഹനുമാൻ സ്വാമി ആലോചിക്കാൻ തുടങ്ങി. ഏത് രീതിയിൽ ഞാൻ പറയും? അതിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കെ ആരോ തിടുക്കത്തിൽ അശോകവനിയിലേക്ക് ഓടി വരികയാണ്. അടുത്ത ക്ഷണത്തിൽ തന്നെ വൃക്ഷത്തിന്റെ മേലെയുള്ള കൊമ്പിലേക്ക് ചാടിക്കയറി ഹനുമാൻ സ്വാമി. അവിടെ ശ്വാസമടക്കി പിടിച്ചിരുന്ന് ഹനുമാൻ സ്വാമി ആരാണ് വരുന്നതെന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു. സർവാലങ്കാര വിഭൂഷിതനായിരിക്കുന്ന രാവണൻ അശോകവനത്തിലെ ശിംശഭാവൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് തൻ്റെ അഴകും ഗാംഭീര്യവും ഒക്കെ പ്രകടമാക്കിക്കൊണ്ട് അഹങ്കാരത്തോടുകൂടി നിൽക്കാണ്. അവന്റെ വിടഭാവം കണ്ട് പരിഹാസമായി ചിരിച്ചു ആഞ്ജനേയ സ്വാമി. വൃക്ഷച്ചില്ലകളുടെ ഇടയിൽ ശരിയായ രീതിയിൽ മറഞ്ഞിരുന്നു കൊണ്ടാണ് ഹനുമാൻ സ്വാമി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്ന പാടെ ശോകമൂകമായിക്കൊണ്ട് വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന സീതാദേവിയെ നോക്കിക്കൊണ്ട് രാവണനൊന്ന് ചിരിച്ചു. അതും ശൃംഗാരത്തോടുകൂടി ചിരിച്ചു. ലങ്കാപതിയുടെ ആ കാര്യം, ഇംഗിതം, ഇഷ്ടം മനസ്സിലാക്കിയ രാക്ഷസികൾ വേഗം അവിടെ നിന്ന് ഓടി മറഞ്ഞു. ജാനകി, കാമം നിറഞ്ഞ രീതിയിൽ അനുനയത്തോടുകൂടി രാവണൻ വിളിച്ചു. നാണവും വെറുപ്പും കൊണ്ട് ഹൃദയം അങ്ങേയറ്റം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ജാനകി കൈകൾ പിണച്ചു വെച്ചുകൊണ്ട്, തൻ്റെ മാറിടം മറച്ചു വെച്ചുകൊണ്ട്, അസഹ്യമായിരിക്കുന്ന ദുഃഖത്തോടുകൂടി അശോകവൃക്ഷത്തോടുകൂടി പറ്റി ചേർന്ന് തലയും കുമ്പിട്ടുകൊണ്ട് ജാനകി ദേവി ഇരിക്കുകയാണ്. അപ്പോൾ രാവണൻ പറയാണ്, സീതേ, നമ്മുടെ സകല ഐശ്വര്യങ്ങളും നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. നിന്റെ പ്രേമത്തിനു വേണ്ടി യാചിച്ചു നിൽക്കുന്ന നാം ലങ്കാധിപതിയാണെന്നും സർവവല്ലഭനായിരിക്കുന്ന രാക്ഷസ ചക്രവർത്തിയാണെന്നും നീ ആലോചിക്കുക. നിന്റെ അങ്കലാവണ്യത്തെ കുറിച്ചോർത്ത് കാമം കത്തിജ്വലിക്കുന്ന ഹൃദയവുമായി നിന്റെ മുൻപിൽ നിൽക്കുന്ന നമ്മെ മധുരവചനങ്ങളാലും ആലിംഗന ചുംബനങ്ങളാലും ആശ്വസിപ്പിക്കൂ. നീ ചോദിക്കുന്നത് എന്തും നൽകാൻ ഞാൻ തയ്യാറാണ്. വെറുപ്പും കോപവും വമിക്കുന്ന നയനങ്ങളോടെ, കണ്ണുകളോടുകൂടി രാവണനെ നോക്കിക്കൊണ്ട് സീതാദേവി തറയിൽ നിന്ന് ഒരു പുൽക്കൊടി തുമ്പ് പറിച്ചെടുത്തിട്ട് അത് കാറ്റിൽ പറത്തിക്കൊണ്ട് പറഞ്ഞു, കശ്മലനായിരിക്കുന്ന രാവണ, നീയും കാറ്റിൽ പറന്നു വീണ പുൽക്കൊടിയും ഒരേപോലെയാണെന്ന് മനസ്സിലാക്കുക. നിനക്ക് നാശകാലം അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമെല്ലാം നമ്മോട് പുലമ്പുവാൻ ഒരുമ്പിട്ടിരിക്കുന്നത്. രാമദേവന്റെ ധർമ്മപത്നിയായ നമ്മെ പരിഹസിക്കുന്നതും മ്ലേച്ഛമായിരിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നതും ഈയാമ്പാറ്റകൾ അഗ്നികുണ്ഡത്തെ സമീപിക്കുന്നത് പോലെയാണെന്ന് ഓർക്കുക. ഭൂമിയിലും പാതാളത്തിലും ഒരുപോലെ പാഞ്ഞു ചെന്ന് ദുഷ്ടനിഗ്രഹം ചെയ്യുവാൻ ശക്തിയുള്ള ശ്രീരാമചന്ദ്രാസ്ത്രമേറ്റ് നീ മരണപ്പെടുവാനുള്ള കാലം അടുത്തിരിക്കുന്നു രാവണ. നീ മാത്രമല്ല, നിന്റെ കുലവും നിന്നോടൊപ്പം അസ്തമിക്കുന്നതാണ്. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിച്ച് ശ്രീരാമചന്ദ്രന്റെ പാതാരവിന്ദങ്ങളിൽ നീ അഭയം പ്രാപിക്കൂ രാവണ. കാരുണ്യവാരിധിയായിരിക്കുന്ന കൗസല്യാസുതൻ നിന്നോട് പൊറുക്കുന്നതായിരിക്കും. സീതാദേവിയുടെ വാക്കുകൾ കേട്ട് അട്ടഹസിച്ച് ചിരിച്ച രാവണൻ വീണ്ടും രാമദേവനെ പരിഹസിച്ചു. രാവണൻ പറഞ്ഞു, സ്വന്തം പത്നിയെ പോലും രക്ഷിക്കാൻ സാധിക്കാത്ത നിസ്സഹാരനായിരിക്കുന്ന രാമൻ ലോകരക്ഷകനാണോ? വീരാധിവീരനാണ് പോലും. പത്നിയെ പിരിഞ്ഞ് ഭ്രാന്തനെ പോലെ കാട്ടിലലയുന്ന അഭിമാനമില്ലാത്ത രാമൻ ജീവിക്കുന്നതിലും ഭേദം മരണപ്പെടുന്നതാണ് സീതേ. അതുകൊണ്ട് ശക്തിയും ബുദ്ധിയുമില്ലാത്ത നിസാരനായിരിക്കുന്ന ഒരു മനുഷ്യനെ ഓർത്ത് നിന്റെ ഈ നല്ല യൗവനവും
ജീവിതവും വെറുതെ നശിപ്പിക്കുന്നതിൽ ഒരർത്ഥവുമില്ല സീതേ. ഇത്രയും കാലം നിന്നെ രക്ഷിക്കാനാവാത്ത രാമൻ ഇനിയും വരുമെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന നീ വിഡ്ഢിയാണ് സീതേ. ശക്തനും സുന്ദരനുമായിരിക്കുന്ന നമ്മെ സ്വീകരിക്കൂ ജാനകി. നിന്റെ ആഗ്രഹങ്ങളെല്ലാം നാം സാധിച്ചു തരുന്നതാണ്. കൂരമ്പുകൾ പോലെ മൂർച്ചയുള്ള മ്ലേച്ഛമായിരിക്കുന്ന നിന്ദ്യമായിരിക്കുന്ന രാവണന്റെ വാക്കുകൾ കേൾക്കാൻ ശക്തിയില്ലാതെ സ്വന്തം കൈകൾ കൊണ്ട് രണ്ട് കാതും പൊത്തിപ്പിടിച്ചുകൊണ്ട് സീതാദേവി പറഞ്ഞു, നീചനായ രാക്ഷസ, നിന്റെ ശരീരത്തിൽ സ്പർശിച്ച കാറ്റുപോലും നമ്മെ സ്പർശിക്കുന്നത് പാപമാണ് രാവണ. അധമരിൽ അധമനായിരിക്കുന്ന നിന്നെ കാണുന്നത് പോലും പാപമാണ്. നിന്ദ്യ വചനങ്ങൾ ഉരച്ചെയ്ത് നമ്മുടെ ഹൃദയം കുത്തി വ്രണപ്പെടുത്താതെ ഇവിടെ നിന്ന് പോകൂ രാവണ. സീതാദേവിയുടെ വാക്കുകൾ കേട്ടപ്പോ കോപം കൊണ്ട് കലിതുള്ളിയ ദശമുഖൻ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിക്കൊണ്ട് 4 പാടും ചുഴറ്റി വീശിയിട്ട് ഇടിനാദം പോലെ പൊട്ടിച്ചിരിച്ചു. ധിക്കാരിയായ പെണ്ണെ, കേട്ടുകൊള്ളൂ. നിന്റെ കാന്തൻ രാമനോ കാമനോ ആരുമായിക്കൊള്ളട്ടെ, അവന്റെ ശിരസ് ഭൂമിയിൽ പതിക്കുന്ന കാലം വിദൂരത്തിലല്ല എന്ന് ഓർത്തുകൊള്ളൂ. സ്ത്രീ ആയതുകൊണ്ട് തൽക്കാലം നാം നിന്നെ വധിക്കുന്നില്ല. 10 മാസക്കാലമായി ക്ഷമ പാലിച്ചു വരുന്ന നാം 2 മാസം കൂടി നിനക്ക് കാലാവധി തന്നിരിക്കുന്നു. അത് എന്റെ ഔദാര്യമാണെന്ന് ഓർത്തുകൊള്ളൂ സീതേ. അതിനുശേഷം നമ്മെ സ്വീകരിക്കാതെ നീ അഹങ്കാരം പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ നിന്റെ ശിരസ് നാം വിച്ഛേദിക്കുന്നതാണ് സീതേ. രാവണന്റെ കോപം കണ്ടപ്പോ രാക്ഷസികൾ ഭയന്ന് പാഞ്ഞോടി പല പല സ്ഥലത്തും ഒളിച്ചു നിന്നു. എന്നാൽ സീതാദേവിയോ ഭയപ്പെടാതെ ചഞ്ചലപ്പെടാതെ ജയ് ശ്രീരാം എന്ന് തന്നെ ജപിച്ചുകൊണ്ടിരുന്നു. ശ്രീരാമദേവ പാതാരവിന്ദത്തിൽ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ദുർവിധി ഓർത്തുകൊണ്ട് സീതാദേവി ദുഃഖത്തോടുകൂടിയിരുന്നു. രാവണന്റെ ഈശ്വര നിന്ദയും ധിക്കാരവും കണ്ട് ശ്രീരാമസ്വാമിയുടെ ഭക്തനായ ഹനുമാൻ സ്വാമിക്ക് ദേഷ്യമടക്കാൻ സാധിച്ചില്ല. താഴേക്ക് ചാടി ഇറങ്ങിക്കൊണ്ട് ഹനുമാൻ സ്വാമി അവന്റെ ശിരസങ്ങ് അറുത്ത് കളഞ്ഞാലോ എന്ന് ആലോചിച്ചു. പെട്ടെന്ന് അവിടെ പാഞ്ഞെത്തിയ രാവണന്റെ ഭാര്യയായ മണ്ഡോദരി അദ്ദേഹത്തിന്റെ രാവണന്റെ കൈകളിൽ കയറി പിടിച്ചുകൊണ്ട് ഉപദേശിച്ചു, നാഥ, അബലയായ സ്ത്രീയോട് പരാക്രമം കാട്ടുന്നത് ധീരന്മാർക്ക് യോജിച്ചതല്ല. ഭർത്താവും പിതാവുമായി അങ്ങ് കാമാന്തകാരനായി നീചമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുന്നത് ലോക നിന്ദയ്ക്ക് തന്നെ കാരണമായി തീരും. ശാന്തമായി മടങ്ങൂ. തെറ്റു ചെയ്യുവാൻ കൽപ്പിക്കുന്ന അങ്ങയുടെ മനസ്സിനെ അങ്ങ് നിയന്ത്രിച്ചാലും എന്നാര് പറഞ്ഞു? മണ്ഡോദരി പറഞ്ഞു. രാവണനെ സമാധാനിപ്പിച്ച മണ്ഡോദരി സീതാദേവിയുടെ അടുത്ത് ചെന്ന്, പതിവ്രതകളായിരിക്കുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാരെ അനുസരിക്കേണ്ടവരാണ്. ദുഃഖമെല്ലാം തീർത്ത് ശാശ്വതമായിരിക്കുന്ന സമാധാനം കൈവരിക്കാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് ജാനകി ദേവിയെ സമാധാനിപ്പിച്ചിട്ട് മണ്ഡോദരി കൊട്ടാരത്തിലേക്ക് പോയി. 2 മാസത്തെ കാലാവധിയാണ് സീതാദേവിക്ക് രാവണൻ കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ സീതാദേവി രാവണന് വശപ്പെട്ടില്ല എങ്കിൽ യാതൊരു തരത്തിലുള്ള സ്നേഹമോ യാതൊരു തരത്തിലുള്ള ക്ഷമയോ ഒന്നും രാവണൻ കാണിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ രാവണനും കൊട്ടാരത്തിലേക്ക് പോയത്. രാവണന്റെ ഈ മോശമായ വാക്കുകളും പെരുമാറ്റങ്ങളും കണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ട്
സീതാദേവി കണ്ണുനീർ ചൊരിഞ്ഞു. സീതാദേവിക്ക് രാവണൻ അവസാന ശാസനമാണ് നൽകിയിരിക്കുന്നത്. അവൻ രാമദേവനെ അവഹേളിച്ച് സംസാരിച്ചതും ശ്രദ്ധിച്ചുകൊണ്ട് വൃക്ഷത്തിലിരുന്ന ആഞ്ജനേയസ്വാമിക്ക് ഒരുപാട് വേദനയുണ്ടാക്കി മനസ്സിൽ. വൃക്ഷത്തിൽ നിന്ന് ചാടി ഇറങ്ങി ചെന്ന് രാവണ രാക്ഷസനെ പിടിച്ചു കെട്ടി അവനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്ന് പോലും ആഞ്ജനേയസ്വാമി ഒരു നിമിഷം ചിന്തിച്ചു. അവന്റെ നാവ് ചവിട്ടി പിഴുതെറിഞ്ഞു കളഞ്ഞാലോ എന്ന് പോലും ആഞ്ജനേയസ്വാമിക്ക് തോന്നി. സീതാദേവിയെ കണ്ട് രാമദേവ കാര്യമുണർത്താതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും വലിയ അബദ്ധമായിരിക്കുമെന്ന് ആഞ്ജനേയസ്വാമി ആലോചിച്ചു. ലങ്കയെ പ്രാപിച്ച് സീതാദേവിയെ നാം കണ്ടു. ഇനി ആരും അറിയാതെ ഏതെങ്കിലും രീതിയിൽ സീതാദേവിയുടെ അടുത്ത് ചെന്ന് രാമന്റെ സന്ദേശം അറിയിക്കണം. അതിനുള്ള സമയവും കാത്ത് ആ മരത്തിന്റെ മുകളിലിരിക്കുന്ന ആഞ്ജനേയസ്വാമി അദ്ദേഹത്തിന്റെ വേദനയുളവാക്കുന്ന മനസ്സിന് ആശ്വാസം സ്വയം നൽകിക്കൊണ്ടിരുന്നു. അതിനുവേണ്ടി രാമനാമം ജപിച്ചുകൊണ്ട് ആഞ്ജനേയസ്വാമി അങ്ങനെ ഇരിക്കുകയാണ്. രാവണൻ പറഞ്ഞതനുസരിച്ച് സീതാദേവിക്ക് കാവൽ നിന്നിരുന്ന രാക്ഷസികൾ എന്ത് ചെയ്തു? രാവണന്റെ വീരധീരമായിരിക്കുന്ന പരാക്രമങ്ങളെ കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങി. രാവണൻ കോമള കളേബരനാണെന്നും സർവലോകാധിപനാണെന്നും അവനെ ഭർത്താവായി സ്വീകരിക്കണമെന്നൊക്കെ ഈ രാക്ഷസികൾ ആരോട് പറഞ്ഞുകൊണ്ടിരുന്നു? സീതാദേവിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പുച്ഛിച്ചു കളഞ്ഞു സീതാദേവി. എന്നിട്ടോ ആ പുച്ഛം കണ്ടപ്പോ ഈ രാക്ഷസികളെല്ലാം കൂടെ ചേർന്ന് സീതാദേവിയെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. മറ്റുള്ള നിശാചരിമാർ സീതാദേവിയോട് പെരുമാറുന്ന രീതി കണ്ടപ്പോ ഭയങ്കരമായ ആഞ്ജനേയസ്വാമിക്ക് ദേഷ്യം വന്നു. അതിൽ ഒരുത്തി മാത്രം സീതാദേവിയെ സമാധാനിപ്പിച്ച് ആശ്വാസവാക്ക് പറഞ്ഞു. ജനകപുത്രിയായിരിക്കുന്ന ജാനകിയോട് ഇതുപോലെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന അവൾ രാക്ഷസ ശ്രേഷ്ഠനായിരിക്കുന്ന വിഭീഷണന്റെ മകളായിരിക്കുന്ന ത്രിജടയാണെന്ന് ആഞ്ജനേയസ്വാമിക്ക് മനസ്സിലായി. സീതാദേവി ത്രിജടയോട് തന്റെ അനുഭവം പറഞ്ഞു. ത്രിജടേ, അല്പം മുമ്പ് എൻ്റെ വാമന നയനം തുടിച്ചു. സ്ത്രീകളുടെ ഇടത് കണ്ണ് തുടിച്ചാൽ നല്ല കാലം വരുമെന്നും നല്ല വാർത്ത കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ത്രിജടേ. പക്ഷേ നിർഭാഗ്യവതിയായിരിക്കുന്ന എൻ്റെ അനുഭവം നേരെ മറിച്ചല്ലേ ത്രിജടേ? രാവണന്റെ ഭീഷണിയും ചടുലമായിരിക്കുന്ന വാക്കുകളും കേൾക്കുക എന്നുള്ള ഈ ഉള്ളവളുടെ ഭാഗ്യാനുഭവങ്ങൾ എത്ര ദുഃഖിതമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സീതാദേവി തൻ്റെ ഒരു ദുർവിധി ഓർത്ത് ഒരുപാട് കരഞ്ഞു. ആ വിഷമം കണ്ട ത്രിജട സീതാദേവിയെ ഒരുപാട് ആശ്വസിപ്പിച്ചു. വേദന കൊണ്ട് വെന്തുരുകിയ സീതാദേവിയുടെ മനസ്സിന് ഒരു സമാധാനവും കിട്ടിയില്ല. രാവണന്റെ ചീത്തയായിരിക്കുന്ന വാക്കുകൾ, അവൻ നൽകിയിരിക്കുന്ന കാലം എല്ലാം സീതാദേവിയുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചു. 10 മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ അന്വേഷിച്ചു വരാത്ത എൻ്റെ ഭർത്താവ് ഈ 2 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ ലങ്കാപുരിയിലേക്ക് വരുന്നത്? എപ്രകാരമാണ് എനിക്ക് മോചനം ലഭിക്കുക? 2 മാസം കൂടി ഘോര രാക്ഷസികൾക്കിടയിൽ കഴിഞ്ഞുകൂടി രാക്ഷസ ധമനായിരിക്കുന്ന രാവണന്റെ ഭീഷണി വാക്കുകൾ കേട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവനോടിരിക്കുക? ഇത്രമാത്രം വേദനകളെല്ലാം അനുഭവിച്ച് രാവണന്റെ വാളിന് ഇരയായി തീരുന്നതല്ലേ
ഇതിലും നല്ലത്? അതോടുകൂടി എൻ്റെ ജീവിതം അവസാനിക്കില്ലേ ത്രിജടേ? ത്രിജട എന്നെ സഹായിക്കുന്നുണ്ടെങ്കിലും അവളും ഒരു രാക്ഷസന്റെ മകളല്ലേ. എപ്പോഴാണ് അവളും എന്നോട് ക്രൂരമായി പെരുമാറുക? ഇങ്ങനെ പലതും ചിന്തിച്ചിരുന്ന സീതാദേവി ആലോചിച്ചു, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത്. അത് തന്നെയാണ് ശരിയായ മാർഗം. അങ്ങനെ ജീവിതം അവസാനിക്കുന്നതാണെങ്കിൽ പോലും അങ്ങനെ അവസാനിപ്പിക്കണമെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. 24 മണിക്കൂറും എനിക്ക് ചുറ്റുമിരിക്കുന്ന ഈ രാക്ഷസിമാർക്കിടയിൽ നിന്ന് എങ്ങനെ ഒരു സ്വാതന്ത്ര്യം നേടിയിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുക? മരിക്കാൻ പോലും ഈ രാക്ഷസിമാർ എന്നെ സമ്മതിക്കില്ല. രാത്രിയുടെ ഈ വൈകിയ നേരത്തും രാക്ഷസികൾ ഒന്നും ഉറങ്ങാതിരിക്കുകയാണ്. ഇവരൊക്കെ ഉറങ്ങിയിരുന്നെങ്കിൽ എന്ന് സീതാദേവി വളരെ വേദനയോടുകൂടി ആഗ്രഹിച്ചു. ഈ വേദനകളെല്ലാം സീതാദേവിയെ ഒരുപാട് അലട്ടി. അവർ ഓരോരുത്തരും ഉറക്കം തൂങ്ങി കോട്ടുവായിട്ട് അങ്ങിങ്ങായി തലയ്ക്ക് തലയിണയായി വെച്ചത് സ്വന്തം കൈകളാണെന്നൊക്കെ മനസ്സിലാക്കി ഇവരെല്ലാം ഉറക്കം ആരംഭിച്ചിരിക്കുകയാണ്. സീതാദേവി എല്ലാം മനസ്സിലാക്കി. ഒരു പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് വൃക്ഷത്തിന്റെ ചുവട്ടിലിട്ടുകൊണ്ട് സീതാദേവി അതിൽ കയറി നിന്നിട്ട് തൻ്റെ വസ്ത്രത്തിന്റെ ഒരറ്റം ആ മരത്തിന്റെ മുകളിൽ കെട്ടി മറ്റൊരറ്റം എടുത്തിട്ട് വളച്ചു മുറുക്കി തൻ്റെ കഴുത്തിന് ചുറ്റും ഒരു കുരുക്കിട്ടു. സീതാദേവിയുടെ ആ ഒരു പ്രവൃത്തി ശ്രദ്ധയോടുകൂടി നോക്കി നിന്ന ഹനുമാൻ സ്വാമി ഒരൊറ്റ ചാട്ടത്തിന് ശിംശഭാ വൃക്ഷത്തിലങ്ങ് പാഞ്ഞെത്തി. എന്നിട്ടോ ആത്മഹത്യയിൽ നിന്ന് സീതാദേവിയെ മോചിപ്പിക്കാൻ ഹനുമാൻ സ്വാമി പരിഭ്രമത്തോടുകൂടി സീതാദേവിയെ ഹനുമാൻ സ്വാമി ശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ജയ് ശ്രീരാം ജയ് ശ്രീരാം എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സീതാദേവിയെ തന്നെ വീക്ഷിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി നിന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ആപത്ത് സംഭവിക്കാൻ പോകുന്നു. രാമദേവൻ എന്നിലൊരു വിശ്വാസം സമർപ്പിച്ചിട്ടുണ്ട്. ഞാനത് എത്രയും പെട്ടെന്ന് ചെയ്തിട്ടില്ല എങ്കിൽ സീതാദേവി ആത്മഹത്യ ചെയ്യുന്നതാണ്. രാമദേവൻ എൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന് ഭംഗം സംഭവിക്കും. രാവണൻ നിയോഗിച്ച രാക്ഷസ മായാവിയായിരിക്കുമെന്ന് സീതാദേവി എന്നെ സംശയിച്ചാലോ? ഞാൻ എങ്ങനെയാണ് വാനരായിരിക്കുന്ന ഞാൻ ഏത് രീതിയിലാണ് ഈ കടൽ കടന്ന് ചാടി വന്ന് എന്നൊക്കെ സീതാദേവി സംശയിച്ചാലോ? എന്നാൽ ഈ രാക്ഷസിമാരെല്ലാം ഉറങ്ങുന്ന സമയത്ത് സീതാദേവി എങ്ങാനും ആത്മഹത്യ ചെയ്താലോ? സീതാദേവിയുടെ കാവലായി നിൽക്കുന്ന ഈ രാക്ഷസിമാരൊക്കെ എത്ര നേരം ഉറങ്ങും? ഇപ്രകാരം ഓരോന്നാലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിസരങ്ങളെല്ലാം നോക്കി ഹനുമാൻ സ്വാമി ഓരോന്നാലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ പരിസരങ്ങളെല്ലാം നോക്കി ആരുമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് കഴുത്തിലിട്ട കുരുക്ക് മുറുക്കാൻ ശ്രമിക്കുകയാണ് സീതാദേവി. താൻ കയറി നിൽക്കുന്ന പാറക്കല്ല് കാലുകൊണ്ട് തട്ടിമാറ്റാൻ ശ്രമിക്കുകയാണ് സീതാദേവി. ഇതെല്ലാം കണ്ടു നിന്ന ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി, ഇനിയും താമസിച്ചുകൂടാ. എപ്രകാരമെങ്കിലും സീതാദേവിയെ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല എങ്കിൽ ലോകമുള്ളിടത്തോളം കാലം താൻ ഈശ്വര വിദ്വേഷിയായി മാറുന്നതാണ്. രാമദേവ, അടിയന് എത്രയും വേഗം ഒരു വഴിയും ബോധവും നൽകി ആശീർവദിക്കൂ. സീതാദേവിയെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു തരൂ. കിഷ്കിന്ധിയെ ലക്ഷ്യമാക്കി കൈകൾ കൂപ്പിക്കൊണ്ട് മാരുതി രാമദേവനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു. താൻ എന്ത് പറഞ്ഞാലാണ് സീതാദേവി വിശ്വസിക്കുക? ദേവിയുടെ മനോവേദന മാറ്റിയേ സാധിക്കൂ. ജ്ഞാനോദയം ശ്രീരാമനാമ ജപത്തിൽ ആഞ്ജനേയ സ്വാമിക്ക് ലഭിച്ചു.
ആഞ്ജനേയ സ്വാമി ജയ് ശ്രീരാം ജയ് ശ്രീരാം ജയ് ശ്രീരാം എന്ന് മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കെ ഒരു ജ്ഞാനം ആഞ്ജനേയ സ്വാമിക്ക് ലഭിച്ചു. താൻ പറയുന്ന രാമചരിതം ജാനകി ദേവി തെളിവായി ശ്രവിക്കുന്നതിന് വേണ്ടി ശിംഷഭാ വൃക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള ശാഖയിൽ കൈകൾ കൂപ്പിക്കൊണ്ട് ഹനുമാൻ സ്വാമി ഇരിക്കാൻ തുടങ്ങി. ഹനുമാൻ പതുക്കെ പറഞ്ഞു തുടങ്ങി, ശ്രീരാമ അവതാരവും വിദ്യാഭ്യാസവും ത്രയംബകവും വില്ലുമുറിച്ച് സീതാദേവിയെ പ്രാണീഗ്രഹണം ചെയ്തതും അയോധ്യയിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ ഭാർഗവരാമൻ യാത്ര തടസ്സപ്പെടുത്തിയതും വൈഷ്ണവ തേജസ്സോടുകൂടി പരശുരാമൻ ആയുധം നൽകി ശ്രീരാമനെ അനുഗ്രഹിച്ചതും 12 വർഷക്കാലം സന്തോഷത്തോടുകൂടി അയോധ്യയിൽ വസിച്ചതും ശ്രീരാമചന്ദ്രനെ രാജാവാക്കാൻ തീരുമാനിച്ചതും ശ്രീരാമ പട്ടാഭിഷേകവും കൈകേയി മുടക്കിയ ആ ഒരു വൃത്താന്തവും അതിനെ തുടർന്ന് ശ്രീരാമനുമൊത്ത് സീതാദേവിയും ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെട്ട കാര്യവും ഭക്തോത്തമനായിരിക്കുന്ന ഗുഹൻ തോണിയിൽ കയറ്റി ഗംഗാനദി കടത്തിയതും തദനന്തരം ചിത്രകൂടത്തിൽ താമസമാക്കിയതും ജ്യേഷ്ഠനെ അയോധ്യയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നതിനായി ചതുരംഗ സേനകളോടുകൂടി ഭരതൻ ചിത്രകൂടത്തിൽ വന്നതും ദശരഥ മഹാരാജാവിന്റെ ചരമവാർത്ത കേട്ട് ദുഃഖാകുലനായി ഭവിച്ച കാര്യവും തന്റെ പാതുകങ്ങൾ നൽകി ഭരതകുമാരനെ അനുഗ്രഹിച്ച ശ്രീരാമൻ സീതാദേവിയും സഹജനുമൊത്ത് ചിത്രകൂടത്തിൽ നിന്ന് ദക്ഷിണ ദിക്കിലേക്ക് യാത്ര പോയതും ഗോദാവരി തരണം ചെയ്ത് ദണ്ഡകാരണ്യത്താൽ പ്രവേശിച്ചതും എല്ലാം മുറതെറ്റാതെ ഹനുമാൻ സ്വാമി പറയാൻ തുടങ്ങി. തുടർന്ന് സീതാലക്ഷ്മണന്മാർ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ സന്ദർശിച്ചതും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിയതും അവിടെ നിന്ന് യാത്രയിൽ പക്ഷിശ്രേഷ്ഠനായ ജഡായുവിനെ കണ്ട സംഭവവും പഞ്ചവടിയെ പ്രാപിച്ച് പർണശാല നിർമ്മിച്ച് അവിടെ താമസമാക്കിയതും അവിടെ നിന്ന് കാമദാഹത്തോടുകൂടി രാമലക്ഷ്മണന്മാരെ സമീപിച്ച ശൂർപ്പണേഖയുടെ മൂക്കും മുലകളും എല്ലാം അറുത്തതും എതിർത്ത ഖരദൂഷണത്രി ശിരസുകളെ 3.25 നാഴിക നേരം കൊണ്ട് നിഗ്രഹിച്ചതും ഖരദൂഷണാദി രാക്ഷസന്മാരെ രാമചന്ദ്രൻ കൊന്നതും സംപ്രീതരായിരിക്കുന്ന ദണ്ഡകാരണത്തിലെത്തി മഹർഷിമാർ അങ്കുലീയവും ചൂടാരത്നവും കവചവും പാരിതോഷികമായി നൽകിയതും മാരീചൻ പൊന്മാനായി വന്ന് രൂപം മാറി സീതാദേവിയെ മോഹിച്ചതും കപട സന്യാസിയായി വേഷം ധരിച്ച് പഞ്ചവടിയിലെത്തിയ ദശമുഖ രാവണൻ സീതാദേവിയെ പുഷ്പക വിമാനത്തിൽ കയറ്റി അപഹരിച്ചു കൊണ്ടുപോയതും വഴിമധ്യത്തിൽ ജഡായു രാവണനെ തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്തതും ക്ഷുഭിതനായിരിക്കുന്ന രാവണൻ ചന്ദ്രഹാസം കൊണ്ട് പക്ഷിശ്രേഷ്ഠന്റെ പക്ഷമരിഞ്ഞു വീഴ്ത്തിയതും ശ്രീരാമദേവനെ ദർശിക്കുവോളം മരണം ഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് സീതാദേവി ജഡായുവിനെ അനുഗ്രഹിച്ചതും വസനത്തിൽ പൊതിഞ്ഞ തന്റെ ആഭരണങ്ങൾ വാനരന്മാരെ ലക്ഷ്യമാക്കി സീതാദേവി എറിഞ്ഞുകൊടുത്ത സംഭവവും സീതാദേവിയെ അന്വേഷിച്ച് കാനനത്തിൽ സഞ്ചരിച്ച ശ്രീരാമലക്ഷ്മണന്മാർ ജഡായു മുഖാന്തരം വൃത്താന്തമറിഞ്ഞ് കിഷ്കിന്ധിയെ പ്രാപിച്ച് സുഗ്രീവനുമായി സഖ്യം ചെയ്ത വിവരവും വാനരന്മാരിൽ ഒരുവനായിരിക്കുന്ന താൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ എത്തിയതും ആ വാർത്തയും ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്തതുപോലെ അടയാളങ്ങളുമുള്ള സീതാദേവിയെ തിരിച്ചറിയാൻ തനിക്ക് സാധിച്ചുവെന്നും ആത്മഗതം എന്നതുപോലെ പറഞ്ഞു നിർത്തിയിട്ട് ഹനുമാൻ സ്വാമി സീതാദേവിയുടെ എല്ലാ കഥകളും ഒരു നിമിഷം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ മുഖത്ത് മിന്നിമറിയുന്ന എല്ലാ ഭാവങ്ങളും സസൂക്ഷ്മം ഒരു നിർവൃതിയോടുകൂടി ഹനുമാൻ സ്വാമി ആകാംക്ഷയോടെ വീക്ഷിച്ചു. സീതാദേവിയുടെ മുഖം ആനന്ദം കൊണ്ട് വികസിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് കാണാൻ സാധിച്ചു. എവിടെ നിന്നാണ് ഇത്രയും സന്തോഷ വൃത്താന്തം കേൾക്കുന്നത് എന്നറിയാൻ ആനന്ദം നിറഞ്ഞ കണ്ണുകൾ കണ്ണീരോടുകൂടി ജാനകി ദേവി 4 പാടും വീക്ഷിച്ചു. ശ്രീരാമചരിതാമൃതം ഹൃദ്യമായി കീർത്തിച്ച ആ ധർമാത്മാവ് ഉടനെ ഹനുമാൻ സ്വാമി പറഞ്ഞു, മാതാവേ, ന്യായമായ അവിടുത്തെ സംശയം അകറ്റേണ്ടത് ദാസനായിരിക്കുന്ന ഈ ഉള്ളവന്റെ കർത്തവ്യമാണ്. അവിടുത്തെ പുത്രനായ അടിയന്റെ സാക്ഷാൽ ആകൃതി എന്തെന്ന് അവിടുന്ന് കണ്ടുകൊള്ളുക. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആഞ്ജനേയ സ്വാമി കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നിന്ന് ഹൃദയത്തിൽ ധ്യാനിച്ച് ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ
ഹരേ രാമ എന്ന് ധ്യാനിച്ച് ഭക്തിയോടുകൂടി വിശ്വരൂപം പ്രാപിച്ച് മണ്ണും വിണ്ണും നിറഞ്ഞങ്ങ് നിന്നു. മാരുതപുത്രൻ്റെ ഭീമാകാരമായിരിക്കുന്ന രൂപം കണ്ട് പരിഭ്രാന്തയായിരിക്കുന്ന സീതാദേവി കമ്പിതാഗാത്രയായി അങ്ങനെ നിന്ന് മതി 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 എന്നങ്ങ് പറഞ്ഞു. ഉടൻ തന്നെ പൂർവരൂപത്തിൽ വന്ന ഹനുമാൻ സ്വാമി പറഞ്ഞു, ദേവി, ഉഗ്രരൂപത്തിൽ അടിയനെ ദർശിക്കുന്ന നിശാചരന്മാർ യുദ്ധത്തിനൊരുമ്പെടുമെന്ന് കരുതി അതുകൊണ്ടാണ് നാം സാധാരണ ഒരു വാനരനെ പോലെ ആകൃതിയെടുത്ത് അവിടുത്തെ തിരുസന്നിധിയിൽ വന്നത്. സീത പറഞ്ഞു, വാനരശ്രേഷ്ഠ, എൻ്റെ കാന്തൻ ദൂതനായി നിയോഗിച്ചിരിക്കുന്ന ഭവാൻ വാസ്തവത്തിൽ ആരാണ്? അദ്ദേഹത്തെ എവിടെ വെച്ച് എങ്ങനെയാണ് കാണാനിടയായത്? എൻ്റെ ആത്മനാഥൻ ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത്? സഹജൻ സുമിത്രാത്മജന് സുഖം തന്നെയല്ലേ? ഇപ്രകാരമുള്ള എൻ്റെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയാൽ നാം സമാധാനമായി ഇരിക്കുന്നതാണ്. ശ്രീരാമപത്നിയായിരിക്കുന്ന ഞാൻ എൻ്റെ പതിയെ മനസ്സിൽ ധ്യാനിച്ച് ലങ്കാ നഗരം ഭസ്മമായി ഭവിക്കട്ടെ എന്ന് ശപിച്ചാൽ അടുത്ത ക്ഷണത്തിൽ തന്നെ അത് സംഭവിക്കുന്നതാണ്. ആഞ്ജനേയ സ്വാമി പറഞ്ഞു, മാതാവേ, അവിടുത്തെ ദർശനഭാഗ്യം ഈ ഉള്ളവന് ഇപ്പോൾ മാത്രമാണ് സിദ്ധിച്ചിരിക്കുന്നത് എങ്കിൽ കൂടിയും അവിടുത്തെ മഹിമകളും ശക്തികളും മനസ്സിലാക്കിയവനാണ് ഞാൻ. ലങ്കാ നഗരം രാക്ഷസ വംശവും നശിക്കുവാൻ കാരണഭൂതയാകുന്നതിന് വേണ്ടിയാണ് ദേവി മായാ നാടകമാടുന്നതും എന്നുള്ള കാര്യം ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നു. അവിടുന്ന് അടിയനെ വിശ്വസിക്കുന്നതിനും ദാസനായി അംഗീകരിക്കുന്നതിനും വേണ്ടി രഹസ്യ സംഭവങ്ങളെല്ലാം പറഞ്ഞ് അടയാളവും അടിയനെ ഏൽപ്പിച്ചുകൊണ്ടാണ് എൻ്റെ സ്വാമിയായിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങയുടെ സമക്ഷത്തേക്ക് അടിയനെ അയച്ചിരിക്കുന്നത്. അങ്ങനെ എൻ്റെ വാസനാ ചഞ്ചലത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അങ്കുലീയമെടുത്ത് ഞാൻ അങ്ങയുടെ സമക്ഷം സമർപ്പിക്കുവാൻ പോവുകയാണ് സീതാദേവി എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവിയുടെ സമക്ഷം അങ്കുലീയം കാണിച്ചു. പൂർവകാല സ്മരണകളോടുകൂടി ആ മോതിരം കണ്ട മേദിനി പുത്രി നിർത്താതെ കരയാൻ തുടങ്ങി. സീതാദേവിയുടെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. കണ്ണുകളെല്ലാം നിറഞ്ഞു തുളുമ്പി. അങ്കുലീയം തൻ്റെ മാറോടുകൂടി ചേർത്തു പിടിച്ച് തേങ്ങിക്കരഞ്ഞ ദേവി അത് തൻ്റെ കണ്ണുകളോടടുപ്പിച്ച് അതരങ്ങളിൽ ചേർത്തങ്ങ് ചുംബിച്ചു. സീതാദേവി പറഞ്ഞു, വാനരശ്രേഷ്ഠ, ഈ അങ്കുലീയം എൻ്റെ പ്രാണപ്രിയൻ്റേതെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഖരദൂഷണാദി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് മഹർഷിമാരെ കാത്തരുളുന്നതിന് അവരെൻ്റെ കാന്തന്, എൻ്റെ പ്രിയതമന് പാരിതോഷികമായി നൽകിയ ഉപഹാരമാണിത്. ഈ മോതിരം കണ്ട മാത്രയിൽ എൻ്റെ പ്രാണദേവനെ ദർശിച്ച അനുഭൂതി എനിക്ക് അനുഭവപ്പെടുന്നു. അല്പം മുമ്പ് മാത്രമാണ് വിഭീഷണന്റെ മകളായിരിക്കുന്ന ത്രിജട താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി എന്നോട് പറഞ്ഞത്. നല്ല വാർത്ത കേൾക്കുവാൻ ഭാഗ്യമുണ്ടാകണമെന്ന് എന്നെ അനുഗ്രഹിച്ച് സമാധാനപ്പെടുത്തിയാണ് ത്രിജട എൻ്റെ സമക്ഷത്ത് നിന്നും മാറിയത്. അപ്പോൾ അത് വിശ്വസിക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. ഇപ്പോഴത് സത്യമായി ഭവിച്ചിരിക്കുന്നു. വാനരശ്രേഷ്ഠനായിരിക്കുന്ന നിന്നെ സന്ധിച്ചതുകൊണ്ട് ഈ ലങ്കാ നഗരത്തിൽ നിന്ന് എനിക്ക് മോചനം സിദ്ധിക്കുമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉറപ്പിക്കുന്നു. വാനരശ്രേഷ്ഠ, തേജോമയനായിരിക്കുന്ന നിന്റെ മുഖപ്രസാദത്തിൽ നിന്ന് നീ ശ്രേഷ്ഠനാണെന്നും വചനാമൃതത്തിൽ നിന്ന് നീ ശ്രീരാമചന്ദ്ര ഭക്തനാണെന്നും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. നിന്റെ ഭയഭക്തി വിശ്വാസങ്ങൾ ശരിയാം വണ്ണം ഉണർന്നിരിക്കുന്ന എൻ്റെ കാന്തൻ
അങ്കുലീയമായിരിക്കുന്ന ഈ അടയാളം നൽകി നിന്നെ നിയോഗിച്ചിരിക്കുന്നതിനാൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു. വാനരശ്രേഷ്ഠ, വാനരശ്രേഷ്ഠ, എൻ്റെ നാഥൻ മറ്റെന്തെല്ലാമാണ് നിന്നെ ധരിപ്പിക്കുന്നത്? നിന്നെ നിയോഗിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് വിസ്തരിച്ചു പറയൂ വാനരശ്രേഷ്ഠ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്ത ആ വസ്ത്രം അഴിച്ച് സീതാദേവി വളരെ സന്തോഷത്തോടുകൂടി ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. സീതാദേവിയെ വന്ദിച്ചുകൊണ്ട് മാരുതി ശ്രീരാമസ്വാമിയുടെ കഥകളെല്ലാം പറയാൻ തുടങ്ങി. ദേവി, ശ്രീരാമചന്ദ്രമൂർത്തിക്കും അവിടത്തേക്കും മാത്രമറിയാവുന്ന ചില സംഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പരിണയം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ മലർമഞ്ചത്തിൽ കിടന്ന ശ്രീരാമസ്വാമി തൻ്റെ പാദങ്ങൾ അമർത്തി തരുവാൻ ദേവിയോട് പറഞ്ഞില്ലേ? അപ്പോ കയ്യിലുണ്ടായിരുന്ന വളകൾ ഊരിവെച്ച് ദേവി ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ അമർത്തിക്കൊണ്ട് ശ്രീരാമസ്വാമിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കയ്യിലെ വളകൾ ഊരിവെച്ചതിന് ശേഷം തൻ്റെ പാദങ്ങൾ തിരുമിയ സീതാദേവിയുടെ ആ പ്രവൃത്തിയിൽ ആശ്ചര്യം തോന്നിയ ദേവൻ അതിൻ്റെ കാരണം എന്താണെന്ന് ദേവിയോട് ചോദിച്ചില്ലേ? അപ്പോൾ ചിരിച്ചുകൊണ്ട് ദേവി പറഞ്ഞില്ലേ, പ്രഭോ, ഗൗതമാശ്രമത്തിലെ പാഷാണം അവിടുത്തെ പാദസ്പർശനമേറ്റ് അങ്കനമായി മാറിയ അത്ഭുത ശക്തിയെക്കുറിച്ച് അറിയുന്നവളാണ് ഞാൻ. രത്നക്കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ളവയാണ് ഞാൻ അണിഞ്ഞിരിക്കുന്ന വളകൾ. അവിടുത്തെ പാദസ്പർശനമേറ്റ് വളയിൽ പതിപ്പിച്ചിരിക്കുന്ന രത്നക്കല്ലുകൾ മോഹനാംഗികളായി മാറിയാൽ പാവനമായിരിക്കുന്ന ഈ ഉള്ളവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. സ്വാമി, ഈ അന്തരംഗ രഹസ്യം ഉണർത്തിയാൽ അവിടുന്ന് അടിയനെ വിശ്വസിക്കുമെന്നാണെന്ന് ശ്രീരാമസ്വാമിക്ക് ഉറപ്പാണ്, അല്ലേ വാനരശ്രേഷ്ഠ? സീതാദേവിയുടെ ആ മുഖം കണ്ടപ്പോൾ ഹനുമാൻ സ്വാമി വളരെ സന്തോഷമെന്ന പോലെ ഹനുമാൻ സ്വാമിയുടെ മുഖം സൂര്യനെ പോലെ പ്രസാദിച്ചു. മാതാവേ, വിവാഹ ദിവസം രഥാരൂഢനായി രാജവീതികളിൽ കൂടി ഘോഷയാത്ര പുറപ്പെട്ടപ്പോൾ അവിടുത്തെ പല്ലവ സദൃശ പാദങ്ങളിൽ നേരം പോക്കായി രാമദേവൻ തൻ്റെ പാദങ്ങൾ ആ മൃദുലമായിരിക്കുന്ന ആഘാതം പോലും ഏൽക്കാതെ കെൽപ്പില്ലാതെ ചുമന്നു തൊടുത്തതുപോലും. പിന്നെ പഞ്ചവടിയിൽ വസിക്കുന്ന വേളയിൽ ഒരു ദിവസം പകൽ സമയത്ത് ദേവി ശയിച്ചിരുന്നപ്പോൾ അവിടുത്തെ പാദങ്ങൾ കല്ലും മുള്ളും തുറച്ചു കയറി വ്രണപ്പെട്ടിരിക്കുന്നത് കണ്ട് രാമചന്ദ്രൻ വളരെയധികം വേദനിച്ചില്ലേ? അപ്പോ വിവാഹ ദിനത്തിലെ സംഭവത്തെക്കുറിച്ച് ദേവിയെ ഓർമ്മിപ്പിച്ച ദേവൻ മൃദുലമായ വേദന പോലും സഹിക്കാൻ ശക്തിയില്ലാതെ അന്ന് വേദന കൊണ്ട് കരഞ്ഞ ദേവി എപ്രകാരമാണ് കല്ലിലും മുള്ളിലും കൂടി കാട്ടിൽ കൂടി നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചില്ലേ? ഈ രണ്ട് സംഭവങ്ങളും ശ്രീരാമസ്വാമിക്കും സീതാദേവിക്കുമല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് ശ്രീരാമസ്വാമി അടിയനോട് പറഞ്ഞിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞാൽ സീതാദേവി നിന്നെ വിശ്വസിക്കുമെന്ന് ഉറപ്പാണെന്നും ശ്രീരാമചന്ദ്ര പ്രഭു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദേവി, ആഞ്ജനേയന്റെ അമൃതിന് തുല്യമായിരിക്കുന്ന ആ വാക്കുകൾ കേട്ട് പൂർവകാലത്ത് ഓർമ്മകൾ വന്ന സീതാദേവി മിഥുലാപുരിയിലും പഞ്ചവടിയിലും നടന്ന ഹൃദ്യമായിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് സന്തോഷത്തോടു കൂടിയിരുന്നു. ശ്രീരാമ സന്ദേശക വാഹകനായിരിക്കുന്ന ആഞ്ജനേയനെ കാരുണ്യത്തോടുകൂടി കണ്ട ജാനകപുത്രി പറഞ്ഞു, വാനരവീര, എൻ്റെ സംശയങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. എൻ്റെ പ്രിയതമൻ്റെ വാത്സല്യപാത്രമായിരിക്കുന്ന നീ എനിക്ക് പുത്രനെ പോലെയാണ്. നിന്റെ ഉള്ളഴിഞ്ഞ ഈശ്വരഭക്തി വിശ്വാസവും എനിക്ക് സന്തോഷം നൽകുന്നു, എൻ്റെ മനസ്സിന് സമാധാനം നൽകുന്നു. നീ രാമദൂതൻ മാത്രമല്ല, സീതാരക്ഷകനുമാണ്. എൻ്റെ പ്രിയതമനും നീയും എപ്രകാരമാണ് കണ്ടുമുട്ടിയത്? അതൊക്കെ പറയൂ വാനരശ്രേഷ്ഠ. മാതാവേ, അഞ്ജന കേസരി ദമ്പതികൾക്ക് വായു ദേവന്റെ അനുഗ്രഹത്താൽ സിദ്ധിച്ച പുത്രനായിരിക്കുന്ന ആഞ്ജനേയ പുത്രനാണ് അടിയൻ. ഹനുമാൻ എന്നും മാരുതി എന്നും എന്നെ സംബോധന ചെയ്യാറുണ്ട്. ഇപ്രകാരം എൻ്റെ ബാല്യകാലത്തിലെ കുസൃതി തരങ്ങളും
താൻ സുഗ്രീവന്റെ സജീവനായി ഭവിച്ചിരിക്കുന്നതുമെല്ലാം നാം പറഞ്ഞു നൽകാൻ തയ്യാറാണ്. ദണ്ഡകാരണ്യത്തിൽ വെച്ച് രാമലക്ഷ്മണന്മാരെ ഞാൻ കണ്ടുമുട്ടി. ഋഷ്യമുഖാചലത്തിലേക്ക് തൻ്റെ തോളിൽ കയറ്റി കൊണ്ടുപോയതും സുഗ്രീവ സഖ്യകാര്യവും ബാലിവധവും സുഗ്രീവ പട്ടാഭിഷേക വൃത്താന്തവും ദക്ഷിണ ഭാഗത്തേക്ക് സീതാദേവിയെ അന്വേഷിച്ച് പുറപ്പെട്ടു പോയതും വാനര പടകളിലെ ഒരുവനായ താൻ അമ്പുതി ചാടിക്കടന്ന് ലങ്കാപുരിയെ പ്രാപിച്ച കാര്യവും എല്ലാം സീതാദേവിയെ ഹനുമാൻ സ്വാമി ഉണർത്തിച്ചു. എല്ലാം അത്ഭുതത്തോടുകൂടി സീതാദേവി. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ജയ് സീതാറാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ക്ലാസ്? എന്ത് സുഖം മാതാജി ഇന്നത്തെ ക്ലാസ്. സമയത്രയെന്നറിയോ? 10:24. ഇനി നമുക്കെല്ലാം മാമുണ്ട്, സുഖമായി കിടന്നുറങ്ങാം. ശ്രീരാമസ്വാമിയെക്കുറിച്ച് ആലോചിച്ച് സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങാം. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സീതാമാതാവിൻ്റെയും ശ്രീരാമസ്വാമിയുടെയും കഥ ഇനിയും കേൾക്കാം. രുക്മിണി സ്വയംവരം ഗംഭീരമായി ആഘോഷിച്ചു. സൂപ്പർ. അപ്പം മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. സീതാമാതാവിൻ്റെയും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാവട്ടെ. നാളത്തെ ക്ലാസ് രാവിലെ 8:30. മാക്സിമം ഷെയർ ചെയ്യില്ലേ. ഹരേ കൃഷ്ണ.